Opening Hours with MyFin. ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്, ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. ഏതായാലും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ഒരു നിർണായകമായൊരു ദിവസമാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇന്ന് RBIയുടെ മോണിറ്ററി പോളിസി യോഗ തീരുമാനങ്ങൾ നമുക്കറിയാൻ സാധിക്കും. ഇന്ന് 10-ന് സഞ്ജയ് മൽഹോത്ര RBIയിൽ നിന്ന് എന്താണ് തീരുമാനമെന്നുള്ളൊരു വിശദീകരണം നൽകുന്നതായിരിക്കും. മാത്രമല്ല, ഇന്ത്യയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ മോദി മീറ്റിംഗ് നടക്കുന്നുണ്ട്. അതിൻ്റെ തീരുമാനങ്ങളൊക്കെ തന്നെ വിപണി വലിയ രീതിയിൽ ഉറ്റുനോക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. RBI മോണിറ്ററി പോളിസിയിലോട്ട് വരുമ്പോൾ രൂപയെ പറ്റി എന്ത് കമൻറ്റ്സ് RBIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും, അല്ലെങ്കിൽ അത്തരത്തിൽ രൂപ ഇപ്പോൾ ഇടിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ എന്ത് കമൻ്റായിരിക്കും RBIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് വിപണി ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മാത്രമല്ല, റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറയ്ക്കുമോ അല്ലെങ്കിൽ ഒരു സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ നില തുടരുമോ എന്ന രീതിയിലുള്ള ഒരു കൺഫർമേഷൻ എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. ഏതായാലും ഒരു കൂട്ടർ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു നമ്മുടെ GDP റേറ്റൊക്കെ തന്നെ ഒരു ഗ്രോ ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിലൊരു റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്ന രീതിയിൽ പറയുന്ന ഒരു അഭിപ്രായം പറയുന്ന ആളുകളും വിപണിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും മറ്റു കാര്യങ്ങളിലോട്ട് വരുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടത് US മാർക്കറ്റ് ഇന്നലെ ഒരു ഗ്ലോബൽ ക്യൂസിലോട്ട് പോകുമ്പോൾ ഡൗ ജോൺസ് ഫ്ലാറ്റ് ഇടുവായിരുന്നു രേഖപ്പെടുത്തിയത്. S&P 500 0.1% നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ നാസ്ഡാക്കിൽ 0.22% നേട്ടവുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നലെ US മാർക്കറ്റിലോട്ട് വരുമ്പോൾ എൻവിഡിയ, മൈക്രോസോഫ്റ്റ്, ബ്രോഡ്കോം ഓഹരികളിലൊക്കെ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ക്രിപ്റ്റോ കറൻസികൾ വീണ്ടും ഒരു ഇടിവ് രേഖപ്പെടുത്തിയാണ് ഇന്നലെ ട്രേഡിംഗ് നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. US മാർക്കറ്റിലെ മറ്റു ഡാറ്റകളിലോട്ട് വരുമ്പോൾ ഇന്ന് പേഴ്സണൽ കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ വരും. മാത്രമല്ല, യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗണിൽ നിന്നുള്ള കൺസ്യൂമർ സെൻറ്റിമെൻറ്റ്സ് ഇൻഡെക്സ് ഒക്കെ തന്നെ വിപണി ഉറ്റുനോക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും സൂരജ് സാറിലോട്ട് കിടക്കാം. സൂരജ് സാർ, ഞാൻ ആദ്യം മെൻഷൻ ചെയ്ത പോലെ തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ചൊക്കെ വളരെ ഒരു നിർണായകമായ ദിവസമാണ്. RBIയുടെ മോണിറ്ററി പോളിസി യോഗ തീരുമാനങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. മാത്രമല്ല, നമ്മളിന്നലെ വലിയ രീതിയിലൊരു ഡിസ്കഷൻ നടത്തിയായിരുന്നു. പുടിൻ ഇന്ത്യയിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. പല കാര്യങ്ങളിലൊക്കെയുള്ള ഒരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കരാറുകളായിരിക്കും ഉണ്ടായിരിക്കുന്നതൊക്കെ എന്തായാലും നമ്മൾ ഉറ്റുനോക്കുന്നൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല, എൻകാരി ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വിപണിയിലോട്ട് വരുമ്പോഴത്തേക്കും സാറിൻ്റെ ഒരു എക്സ്പെക്റ്റേഷനൊപ്പം സാർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെയാണ്? വിഷ്ണു പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് RBI മോണിറ്ററി പോളിസി ഉണ്ട്. ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ നമുക്കറിയാൻ പറ്റും RBIയുടെ ഈ MPC മീറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെക്കുറിച്ചും ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിനെക്കുറിച്ചും മൂന്നാമത് കറൻസിയെ സപ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും ഒക്കെ പല ഡീറ്റെയിൽസ് ഒരു പക്ഷേ ഗവർണർ പറയുകയുണ്ടാവും. ഗവർണർ റേറ്റ് കട്ടിനെക്കാട്ടിലും ഞാൻ കൂടുതൽ ഉറ്റുനോക്കുന്നത് ഗവർണറിൻ്റെ കമൻട്രിയാണ്. എസ്പെഷ്യലി ലിക്വിഡിറ്റി മാനേജ്മെൻറ്റ്, അതായത് ബാങ്കിന് ഇനഫ് ലിക്വിഡിറ്റി കൊടുക്കുക എന്നുള്ള ആ ഒരു എക്സസൈസ് എങ്ങനെയായിരിക്കും ഗവർണർ അവതരിപ്പിക്കുന്നതെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. റേറ്റ് കട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് സെക്കൻഡറി ആണ് എന്നുള്ളതാണ് ഞാനൊന്ന് പറഞ്ഞു വയ്ക്കുന്നതെന്നുള്ളത്. ബട്ട് ഞാൻ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ റഷ്യ ഇന്ത്യ ട്രേഡ് ടോക്സ് ആണ് എന്നുള്ള. നമുക്കറിയാം, ഇന്നലെ ഫൈനലി വ്ളാഡിമിർ പുടിൻ ഓണറബിൾ റഷ്യൻ പ്രസിഡന്റ് ഇന്നലെ ലാൻഡ് ചെയ്തു. നമ്മുടെ പ്രൈം മിനിസ്റ്റർ തന്നെ നേരിട്ട് പോയി അദ്ദേഹത്തെ റിസീവ് ചെയ്തു. എല്ലാ പ്രോട്ടോക്കോളും മാറ്റിവെച്ചിട്ടാണ് അദ്ദേഹം പോയെന്നുള്ളത്. അത് കഴിഞ്ഞ് ഫോളോഡ് ബൈ എ പ്രൈവറ്റ് ഡിന്നർ വിത്ത് പ്രൈം മിനിസ്റ്റർ. ശരിക്കും പറഞ്ഞാൽ അവേഴ്സ് ഓഫ് ഡിസ്കഷൻ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്ന് അതിൻ്റെ സെക്കൻഡ് ഡേ, അത് പല കാര്യങ്ങളും ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. നമുക്കറിയാം, വ്ളാഡിമിർ പുടിൻ റഷ്യൻ പ്രസിഡൻ്റെ കൂടെ തന്നെ റഷ്യൻ ഡിഫൻസ് മിനിസ്റ്ററുണ്ട്. അതുമാത്രമല്ല, അവിടുത്തെ ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഗവൺമെൻറ് ഡെലിഗേറ്റ്സും ഉണ്ട്. അതുമാത്രമല്ല, ബിസിനസ് ക്രൗഡും കൂടെ ഉണ്ടെന്നുള്ള. സോ വലിയ ഫുൾ ത്രോട്ടിൽ തന്നെയാണ് ഇന്ത്യ റഷ്യ ഡിസ്കഷൻ പോകാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, ഏതാണ്ട് $68 ബില്യൺ ട്രേഡാണ് നമ്മളും റഷ്യയും തമ്മിലുള്ളത്. ഒരു പക്ഷേ ഇന്നത്തെ ദിവസത്തെ ചർച്ചകളോടുകൂടി അത് മിക്കവാറും $100 ബില്യൺ ട്രേഡിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ വന്നേക്കാം എന്നുള്ള രീതിയിലാണ്. നമുക്കറിയാലോ, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് ഇപ്പോൾ ഈ ട്രേഡ് തന്നെ ഇപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ $68 ബില്യൺ ബേസിക്കലി സ്ക്യൂഡ് ഇൻ ഫേവർ ഓഫ് റഷ്യ. അതായത് റഷ്യയ്ക്ക് ട്രേഡ് സർപ്ലസും നമുക്ക് ട്രേഡ് ഡെഫിസിറ്റുമാണ്. അപ്പോൾ ഇന്നത്തെ ചർച്ച കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ആ ഗ്യാപ്പ് കുറയ്ക്കാം എന്നുള്ളതാണ്. റഷ്യ വരുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത്. ഏതൊക്കെ ഭാഗത്തായിരിക്കും നമുക്ക് പൊതുവേ നോക്കുന്നതെന്ന് വെച്ചാൽ
ഫെർട്ടിലൈസേഴ്സിൻ്റെ കാര്യത്തിൽ, ഫാർമാസ്യൂട്ടിക്കൽസിൻ്റെ കാര്യത്തിൽ, ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് ബൈ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അതുമാത്രമല്ല ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ചർച്ചയുടെ മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് എനർജി ബേസ് ചെയ്തായിരിക്കാം. എങ്ങനെയൊക്കെ ആയിരിക്കാം നമ്മൾ എനർജിയുടെ കാര്യത്തിൽ, എസ്പെഷ്യലി ഓയിലിൻ്റെ കാര്യത്തിൽ ഡീൽ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എന്തെങ്കിലും നോൺ ഡോളർ ആയിട്ടുള്ളൊരു പേയ്മെൻറ്റ് മെക്കാനിസം, അതായത് റുപ്പിയും റൂബിളും അല്ലെങ്കിൽ റുപ്പി ദിറം എന്നുള്ള രീതിയിൽ പേയ്മെൻറ്റ് സെറ്റിൽമെൻറ്റ് നോൺ US ഡോളേഴ്സിൽ നടക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച നടക്കുമായിരിക്കാം. അതുമാത്രമല്ല ഇന്ത്യയുടെ UPI പേയ്മെൻറ്റ് സിസ്റ്റം റഷ്യയിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു എനർജി, പിന്നെ അതുമാത്രമല്ല ഡിഫൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഇന്ത്യയും റഷ്യയും തമ്മിൽ സംസാരിക്കാൻ നേരത്ത് S-400 S-500ൻ്റെ കാര്യത്തിൽ, സുക്കോയ് ജെറ്റ്സിൻ്റെ കാര്യത്തിലൊക്കെ വലിയൊരു രീതിയിൽ ഡിസ്കഷൻ നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളിലൊക്കെ ഞാൻ നോക്കുന്നത് ഇന്ത്യൻ IT ആൻഡ് IT ഇനേബിൾഡ് സർവീസസ്, എസ്പെഷ്യലി നമ്മൾ ഈ പറയുന്ന പോലെ ഈ ചിപ്പിൻ്റെ പറയുന്ന AI ജനറേറ്റീവ് സോഫ്റ്റ്വെയർസിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഡേറ്റാ സെൻറ്ററിൻ്റെ കാര്യത്തിൽ റഷ്യയും ഇന്ത്യയും തമ്മിൽ എന്തെങ്കിലും പാക്റ്റ് വരും. കാര്യം അവിടെയാണ് ഇന്ത്യക്ക് വലിയ രീതിയിലൊരു അപ്പർ ഹാൻഡ് അല്ലെങ്കിൽ വലിയൊരു സർവീസ് നമുക്ക് റഷ്യയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതെന്നുള്ള. അപ്പോൾ നമുക്ക് ഈ ഗുഡ്സിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളത് തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ റഷ്യ എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയുക ഒരു കൺസ്യൂമർ കൺട്രി അല്ല. ഇപ്പം നമ്മൾ ഒരു അമേരിക്കയെ വെച്ചൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇന്ത്യൻ ഡയസ്പോറ വളരെ കുറവാണ് റഷ്യയിൽ. ബട്ട് ഫെർട്ടിലൈസേഴ്സ്, ഫാർമസ്യൂട്ടിക്കൽസ്, ആഗ്രി പ്രോഡക്ട്സിനൊക്കെ നല്ല മാർക്കറ്റ് കിട്ടും. കാര്യം എന്ന് വെച്ചാൽ അത് സാധാരണ ഒരു എന്താ പറയുക ഒരു കൺസ്യൂമർ പ്രോഡക്റ്റിനേക്കാളും കുറച്ചുകൂടി ഒരു എസെൻഷ്യൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് മേ ബി ഒരു B2B ബിസിനസ് ആയതുകൊണ്ടും അത് നല്ല രീതിയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് സോഫ്റ്റ്വെയർസിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡിസൈൻ ഡെവലപ്മെൻറ്റ്, AI ജനറേറ്റീവ് AIയുടെ കാര്യങ്ങളിലൊക്കെ എന്താണ് സംസാരം വരുന്നതെന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് നോക്കുന്നതെന്നുള്ള. അപ്പോൾ ഈ റഷ്യ വെച്ച് നോക്കുമ്പോൾ US ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ റഷ്യയും US ഇപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ചർച്ച നടക്കാൻ പോണത് നമുക്കിനി US-നെ ആവശ്യമില്ല, നമുക്കിനി റഷ്യയെ മതി, റഷ്യ വെച്ച്. അപ്പോൾ വേറൊരു കൂട്ടർ പറയണമെന്ന് വെച്ചാൽ റഷ്യ ഒന്നുമല്ല US ആണ് ഇപ്പോൾ കറക്റ്റ് തന്നെയാണ്. അതായത് നമുക്ക് പ്രൊലിഫിക് ആയിട്ടുള്ള നമ്മളും US-ഉം തമ്മിലുള്ള ഒരുപാട് ട്രേഡൊന്നും ഗുഡ്സിൻ്റെ കാര്യത്തിൽ ഇല്ലെങ്കിൽ പോലും നമുക്ക് പൊതുവെ സർവീസിൻ്റെ കാര്യത്തിലും അതുമാത്രമല്ല എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിലും നമുക്ക് US ഇസ് എ ബെറ്റർ പ്രൊലിഫിക് പാർട്ട്ണർ ദാൻ റഷ്യ എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നുള്ളതാണ് അതിനകത്ത്. ബട്ട് നമ്മളെ സംബന്ധിച്ച് എല്ലാ രാജ്യങ്ങളായിട്ടും നല്ല ട്രേഡ് റിലേഷൻഷിപ്പ് പോകുകയെന്ന് വെച്ചാൽ നല്ല കാര്യം. US ആയിട്ടും നല്ല രീതിയിലുള്ള ട്രേഡ് വരാം, റഷ്യയായിട്ടും ട്രേഡ് വരാം. കാര്യം റഷ്യയായിട്ട് നമുക്ക് ട്രേഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഇപ്പോൾ ഉള്ളതിൻ്റെ മുകളിലാണ് നമ്മൾ ഗുഡ്സും സർവീസസും സെല് ചെയ്യാൻ പോണത്. ആ ഇൻക്രിമെൻ്റ് സെയിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ എക്കണോമിക്കും ഇന്ത്യൻ ബിസിനസ്സിനും ഇന്ത്യൻ കൺസ്യൂമേഴ്സിനും നല്ലതായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് റഷ്യയാണോ വലുത് US ആണോ വലുത് എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. നമുക്ക് രണ്ടുപേരും വേണം. പഴയ പോലെ US ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നന്നാക്കണം. കാര്യം US നമ്മൾ റഷ്യയായിട്ട് എത്രയൊക്കെ ഡീൽ ചെയ്താലും അത് കൂടുതലും B2B ബിസിനസ് സൈഡിൽ തന്നെ ആയിരിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ മാൻ പവറിൻ്റെ മൈഗ്രേഷനാണ്. അതായത് സ്കിൽഡ് ലേബറിൻ്റെ മൈഗ്രേഷൻ, സ്റ്റഡീസ്, ഇതൊക്കെയാണ് നമുക്ക് US ഓഫർ ചെയ്യുന്നത്. അതുമാത്രമല്ല US വലിയൊരു ഇന്ത്യൻ ഡയോസ്പോറ, അതായത് ഒരു NRI ക്രൗഡ് തന്നെയുണ്ട്. അപ്പം നമ്മുടെ ഗുഡ്സിനും അവിടെ തീർച്ചയായിട്ടും വലിയൊരു രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് റഷ്യയിൽ ഇല്ല എന്നല്ല. ഇപ്പോൾ അഗ്രികൾച്ചർ പ്രോഡക്റ്റ്, ഫാർമ പ്രോഡക്ട്സ്, ഷ്രിമ്പ്, സീ ഫുഡൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഇൻക്രിമെൻ്റലായിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയാൽ അതും വളരെ ബെനിഫിഷ്യലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം നമ്മളെ സംബന്ധിച്ച് ഞാൻ നോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബൈ 2026 we should have an excellent trade relationship almost all countries. അതിപ്പോൾ US ആയാലും ശരി, UK ആയാലും ശരി, യൂറോപ്യൻ യൂണിയൻ ആയാലും ശരി, റഷ്യ ആണെങ്കിലും ശരി, ജപ്പാൻ ആണെങ്കിലും ശരി, സൗത്ത് കൊറിയ ആണെങ്കിലും ശരി, ഗൾഫ് കൺട്രീസ് ആണെങ്കിലും ശരി, എനിക്ക് തോന്നുന്നു നമ്മൾ അതിലേക്കാണ് വരുന്നത്. അതായത് 2026 വരുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. നമ്മൾ ഒരുമാതിരി എല്ലാ രാജ്യങ്ങളായിട്ടും നല്ല ട്രേഡ് റിലേഷൻഷിപ്പിൽ തന്നെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയെ തന്നെ ഞാൻ നിൽക്കുന്നത്. കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എന്ന് പറയുന്നത് സ്കിൽഡ് ആയിട്ടുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള മാൻ പവർ ലോകത്ത് കൊടുക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് രാജ്യമാണ് ഇന്ത്യ എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത് ഇന്ത്യയുടെ മാക്രോ എക്കണോമിക് കണ്ടീഷൻസ് മോശമല്ലാത്തത് കാരണം നമ്മുടെ ഇന്ത്യയുടെ മോണിറ്ററി സിസ്റ്റം നല്ലതായത് കാരണവും നമുക്ക് നല്ല രീതിയിൽ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് പർച്ചേസ് ചെയ്യാനുള്ള ഒരു വാർ ചെസ്റ്റ് നമുക്കുണ്ട്. ആ കഴിവ് നമ്മുടെ അടുത്തുള്ള കാലം. അത് മാത്രമല്ല 2020 തൊട്ട് 2024 വരെ നോക്കുകയാണെങ്കിൽ നമ്മൾ വലിയൊരു ബയറായിരുന്നു ഡിഫൻസ് എക്യുപ്മെൻറ്റ്സിൻ്റെ. ആൻഡ് ഇന്ത്യ വിൽ സ്റ്റിൽ ബി എ ഗ്രേറ്റ് ഇമ്പോർട്ടർ ഓഫ് ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു ലിവറേജാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും നമ്മളോട് ചേർത്ത് നിർത്തുന്നതെന്നുള്ള. അപ്പം ഈ രണ്ട് കാര്യങ്ങളും ഇന്ത്യക്ക് ബെനിഫിഷ്യലായിട്ട് വരാനുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം
കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഈ 2026 ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടന്ന് മുന്നോട്ട് പോകുമ്പോൾ എല്ലാം കൂടെ നോക്കുമ്പോൾ ഇന്ത്യക്ക് നല്ല ഒരു കൊല്ലമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഈ അവസാനം ഈ ഇയർ എൻഡിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ള. ഇനി RBIയുടെ മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ പോലും വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് US അതായത് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് സോഴ്സസ് സേ ദാറ്റ് a US delegation is set to visit India next week for the next round of trade talks. അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, അതായത് റഷ്യയായിട്ട് നമ്മൾ ട്രേഡ് ഡീലോ അല്ലെങ്കിൽ ട്രേഡ് ടോക്കോ നടത്തുന്നത് നെഗറ്റീവായിട്ടാണ് നമ്മൾ പലരും പറയുന്നത്. കാര്യം ഇത് US-നെ വെറുപ്പിക്കും എന്നുള്ള രീതിയിൽ ഒരു ഡിസ്കഷനും ഡിബേറ്റും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സോഴ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പറയുന്നത് US ഈസ് റെഡി ടു ട്രാവൽ ടു ഇന്ത്യ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ റഷ്യയായിട്ട് കാര്യങ്ങൾ, അതായത് നമ്മളിപ്പോൾ ഒരു മെസ്സേജ് US നമുക്ക് തരികയാണ്, നിങ്ങളെല്ലാവരും എല്ലാം കയറി അങ്ങ് റഷ്യയായിട്ട് ഓക്കെ ആക്കരുത്, അടുത്ത ആഴ്ച ഞങ്ങൾ വരുന്നുണ്ട് എന്ന്. നമ്മൾ ഓൾറെഡി ഇന്നലെ എപ്പിസോഡിൽ സാറ് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇന്നത്തെ ഈ ഒരു ചർച്ച തന്നെ നമ്മളെപ്പോലെ തന്നെ വാച്ച് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് US ആണ്. US വലിയ രീതിയിൽ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താവുമെന്ന് വലിയ രീതിയിലൊരു എക്സ്പെക്റ്റേഷനുമായിട്ട് ഇരിക്കുന്നത്. കാരണം എന്തൊക്കെ നമ്മുടെ തീരുമാനങ്ങൾ ഉണ്ടാകും അതിനനുസരിച്ച് ഒരു സ്റ്റാൻഡ് US-ൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് തന്നെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ US വളരെ വലിയ രീതിയിൽ ഉറ്റുനോക്കുകയാണ്. അവരെ സംബന്ധിച്ച് നമ്മളോട് ദേഷ്യം വരേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ രാജ്യങ്ങളും ബിസിനസ് ഓറിയൻറ്റഡ് ആണ്. അവർക്ക് അവരുടെ ബിസിനസ് നടക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വിത്ത് ട്രംപ് അറ്റ് ദ ഹെൽം, ഹി ഈസ് എ വെരി ട്രാൻസാക്ഷണൽ ലീഡർ. എല്ലാ കാര്യത്തിനും ഒരു മോണിറ്ററി ബെനിഫിറ്റ് വിശ്വസിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ അവിടെ ഇരുന്ന് ആലോചിക്കുന്നത് വെച്ചാൽ ഇന്ത്യയും റഷ്യയും വല്ലതും ട്രേഡ് ഡീല് സൈൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമുക്കതിനകത്ത് ഇടപെടണം എന്നുള്ളതാണ്. നമ്മൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് മാത്രമേ നമ്മൾ കാര്യങ്ങൾ കാണുന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇമോഷണലായി പോകുന്നത്. എന്നാൽ നമ്മൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഇന്ത്യ വലിയൊരു കൺസ്യൂമറാണ് അവരുടെ ഡിഫൻസ് പ്രോഡക്ട്സിന്, അവരുടെ എനർജി പ്രോഡക്ട്സിന്. കാര്യം നമ്മളിപ്പോൾ റഷ്യയിൽ നിന്നുള്ള ഓയിൽ നിർത്തിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ എനർജി നീഡ്സും US-ൽ നിന്ന് എടുത്തിട്ട് ആ ട്രേഡ് സർപ്ലസ് നികത്താം എന്നുള്ള രീതിയിലേക്കാണ് US ആലോചിക്കുന്നത്. ആ സമയത്ത് നമ്മളെ പിണക്കുക എന്ന് പറയുന്നത് US-ന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നമുക്കും US-നെ പിണക്കാൻ പറ്റില്ല എന്നുള്ളത്. ഒരു വേൾഡിലെ നല്ലൊരു എക്കോസിസ്റ്റം വേണമെങ്കിൽ നമ്മളെല്ലാവരും നല്ല റിലേഷൻഷിപ്പിൽ തന്നെ പോവാം. ആം ട്വിസ്റ്റിംഗ് ഒക്കെ നമുക്ക് ഈ വർത്തമാനങ്ങളിലും ചെറിയ ചെറിയ ചെയ്തികളിലൊക്കെ ചെയ്യാൻ നല്ല കാര്യത്തിനോട് അടുക്കുമ്പോൾ നമുക്ക് എല്ലാവരുമായിട്ട് നല്ല റിലേഷനിൽ തന്നെ പോകണം എന്നുണ്ട്. പിന്നെ നമ്മൾ ശരിക്കും ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നമ്മൾ വാൾ സ്ട്രീറ്റിൽ നോക്കുകയാണെങ്കിൽ വിഷ്ണു പറഞ്ഞു S&P 500 0.11% അപ്പായിരുന്നു, നാസ്ഡാക്ക് 0.22% അപ്പായിരുന്നു, ഡൗ ജോൺസ് -0.7% ആയിരുന്നു. അവിടെ ഞാൻ US മാർക്കറ്റിൽ നോക്കുമ്പോൾ സെയിൽസ് ഫോഴ്സ് 3.6% അപ്പായിരുന്നു, മെറ്റ 3.39% അപ്പായിരുന്നു, ഒറക്കിൾ 3.1% അപ്പായിരുന്നു, NVIDIA 1.97% അപ്പായിരുന്നു. നെഗറ്റീവ്സിൽ നോക്കുകയാണെങ്കിൽ ഇന്റൽ ഏതാണ്ട് 7.14%, നിയർലി 8% ഡൗൺ ആയിരുന്നു. UPS-ഉം അതായത് ആ പാർസൽ സർവീസ് യൂണിറ്റ് പാർസൽ സർവീസ് ഓൾസോ നെഗറ്റീവ് ബൈ 3.59% എന്നാണ്. US ഡേറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരുപാട് ഡേറ്റകൾ ഷട്ട് ഡൗണിന് ശേഷം 1 by 1 ആയിട്ട് വരുന്നു. വീക്ക്ലി ജോബ് ക്ലെയിംസ് എന്ന് പറയുന്നത് ലോവസ്റ്റ് സിൻസ് 2022 ആണ് എന്നുള്ള. അവിടെ ലോവസ്റ്റ് സിൻസ് 2022 വീക്ക്ലി ജോബ്ലെസ് ക്ലെയിംസ്. ബട്ട് ഇപ്പുറത്തെ സൈഡിൽ പ്രൈവറ്റ് പേറോൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല ഫിഗേഴ്സാണ് കാണിക്കുന്നത്. അപ്പോൾ ലേബർ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ കൺഫ്യൂസ്ഡ് ആണ്. അതായത് ജോബ്ലെസ് ക്ലെയിംസ് ആണെങ്കിൽ 2022 ശേഷം ഏറ്റവും മോശമായിട്ടുള്ളൊരു ഫിഗറും, ഇപ്പുറത്തെ സൈഡിൽ പ്രൈവറ്റ് ജോബ് ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ, പ്രൈവറ്റ് പേറോൾ ഡേറ്റ നോക്കുകയാണെങ്കിൽ അത് നന്നായിട്ടും വരുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു അനോമാലിറ്റി, അതായത് ലേബർ മാർക്കറ്റും US മാർക്കറ്റും ഇതിൽ കൺഫ്യൂസ്ഡ് ആണെന്നുള്ള. ട്രഷറി ഈൽഡ് നോക്കുകയാണെങ്കിൽ US 10-year bond yield 4 basis points അപ്പായി 4.1%. Dollar index rises to by around 0.22% to 99+, 100 ആയിട്ടില്ല എന്നുള്ള. ഓയിൽ പ്രൈസസ് ഏതാണ്ട് ഓവർനൈറ്റ് 1% അപ്പായിരുന്നു. ക്രൂഡ് ഏതാണ്ട് $63.29 per barrel ട്രേഡ് ചെയ്യണമെന്നല്ല. US-ൽ നെക്സ്റ്റ് വീക്ക് വെനസ്ഡേയോടുകൂടി FOMC മീറ്റിംഗ് വരും. അതിൽ മാർക്കറ്റ് ഇപ്പോൾ പ്രൈസിൻ ചെയ്തിരിക്കുന്നത് 25 basis points കട്ടാണ് എന്നുള്ളത് കൺസെൻസസ് ആയിട്ട്. അതായത് 87 to 90% ഓഫ് റെസ്പോണ്ടൻസ് ഓഫ് ദ പോൾ ഫീൽ ദാറ്റ് ദർ വിൽ ബി എ 25 basis points കട്ട് എന്നുള്ളതാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ മാർക്കറ്റ് ഒന്ന് ഇരുന്ന് തുടങ്ങിയാലും 20 DMA ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് എന്ത് വന്നാലും ഇനി 10 മണിയോടുകൂടി MPC മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കും. ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് ലിക്വിഡിറ്റി മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് കറൻസി മാനേജ് ചെയ്യുന്നുള്ള കാര്യങ്ങളാണ്. എനിക്ക് ചെറിയൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ സിറ്റിസൺസ് MPC എന്ന് പറഞ്ഞാൽ സിറ്റിസൺസ് മോണിറ്ററി പോളിസി കമ്മിറ്റി, അതായത് ഒരു ഇൻഫോർമൽ പാനൽ ഓഫ് എക്സ്പേർട്സിനെ വെച്ചിട്ട് പല മീഡിയ ചാനൽസും അവരുടെ ഒരു പോള് നടത്തും. ആ പോളിൽ ഏതാണ്ട് 3:2 എന്നുള്ള റേഷ്യോയിൽ
റേറ്റ് കട്ട് നടക്കില്ല എന്നാണ് പറയുന്നത്. അതായത് ആ പോള് വെച്ച് നോക്കുമ്പോൾ റേറ്റ് കട്ടിന് സാധ്യതയില്ല എന്നുള്ള കാര്യം പറയുന്നു. എന്നാൽ ന്യൂസ് പേപ്പേഴ്സും മറ്റുള്ള മീഡിയയും അവരുടെ ഒരു പോള് പറയുന്നത് വെച്ചാൽ 60 to 40%, 60% ഇൻ ഫേവർ ഓഫ് എ 20 basis points കട്ട്. അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ, സ്ട്രീറ്റ് കൺഫ്യൂസ്ഡ് ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സ്ട്രീറ്റ് ഈസ് ഡിവൈഡഡ് എന്നുള്ള കാര്യം. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, എന്തിനാണ് റേറ്റ് കട്ട് നടത്തേണ്ടത്? ഗ്രോത്ത് ആണെങ്കിലോ നല്ല ക്വാളിറ്റി ഗ്രോത്ത് 8.2%, ഇൻഫ്ലേഷൻ ആണെങ്കിലോ വളരെ RBI മാൻഡേറ്റ് ചെയ്യുന്ന RBI ആഗ്രഹിക്കുന്ന ലെവലിനേക്കാളും വളരെ താഴെയാണെന്നുള്ള. പിന്നെ എന്തിനാണ് നമ്മൾ റേറ്റ് കട്ട് ചെയ്യണേ എന്നുള്ളതാണ് അതിനകത്ത് ചോദ്യം എന്നുള്ള. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇന്ത്യൻ ഇക്വിറ്റീസ്, അതായത് നമ്മൾ 2025 കണക്ക് നോക്കുമ്പോൾ ഇന്ത്യൻ ഇക്വിറ്റീസിൽ നിന്ന് പുറത്തുപോയ പണം എന്ന് പറയുന്നത് $17 billion ആണ്. $17 billion FISും FPIസും ഇന്ത്യൻ മാർക്കറ്റിൽ സെല് ചെയ്ത കാരണം 2025 പുറത്തോട്ട് പോയപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? $8 billion ഇന്ത്യൻ ഡെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ബോണ്ടിലേക്ക് വന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത് എന്നുള്ള. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യൻ ബോണ്ടിലേക്ക് ഒരുപാട് ബൈയിങ് വന്നു. നമുക്കിനി നോക്കാം എന്തായിരിക്കും ഇതിൻ്റെ ഒരു റിസ്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു US 10-year ട്രഷറി ഈൽഡ് എന്ന് പറയുന്നത് 4.1% ആണ് അല്ലേ. 4.1%ൻ്റെ കൂടെ ഒരു ഡോളർ ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്തും കൂടെ ഇരിക്കുകയാണ് അല്ലേ. ആ സമയത്ത് നമ്മുടെ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വന്ന് നമ്മുടെ ഡെപ്റ്റിനും ബോണ്ട് ഈൽഡിനും റേറ്റ് കുറയുകയാണെങ്കിൽ US 10-year ബോണ്ട് ഈൽഡും നമ്മുടെ ബോണ്ടും തമ്മിൽ വലിയ വ്യത്യാസം വരില്ല, എസ്പെഷ്യലി ഇൻ എ ഡിപ്രിഷിയേറ്റിംഗ് റുപ്പി എൻവയറൺമെൻറ്റ്. അപ്പോൾ ബോണ്ട് ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ ബോണ്ട്സ് സെല് ചെയ്ത് US പോവുമോ? അതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന റിസ്ക്. അപ്പം നമ്മുടെ ഈ MPC RBI മീറ്റിങ്ങിൽ നമ്മുടെ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് റെപ്പോ റേറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ബോണ്ട് ഈൽഡ് താഴുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോണ്ട് ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ ബോണ്ട്സ് ഡംപ് ചെയ്തിട്ട് തിരിച്ച് US ബോണ്ട്സിലേക്ക് പോവുമോ? ദാറ്റ് വിൽ ഓൾസോ കോസ് ദ ഫ്ലൈറ്റ് ഓഫ് ഡോളേഴ്സ് ഫ്രം ഇന്ത്യ ടു US, വിച്ച് വിൽ അഗെയിൻ പുട്ട് പ്രഷർ ഓൺ ഇന്ത്യൻ റുപ്പി എന്നുള്ള കാര്യത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ RBI ഒന്ന് ആലോചിച്ചേക്കാം, എന്തിനാ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്ത് ബോണ്ടിൽ നിന്നുകൂടി, എന്തായാലും നമ്മുടെ ഇക്വിറ്റീസിൽ നിന്ന് ഏതാണ്ട് $17 billion പോയി, ഇനി ഇതും കൂടി പോകേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് RBI ചിന്തിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള കാര്യം. ഈ ഫ്ലൈറ്റ് ഓഫ് ബോണ്ട്സ് ഇൻ മണി ഫ്രം ഇന്ത്യൻ ബോണ്ട്സ് ടു US ബോണ്ട്സ് ഒരു റിസ്ക് ആയിട്ട് നിലനിൽക്കുമ്പോൾ തന്നെ രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസ്ക് എന്ന് പറയുന്നത് എൻ ക്യാരി ട്രേഡിൻ്റെ അൺവൈൻഡിങ് ആണെന്നുള്ള. എൻ ക്യാരി ട്രേഡിൻ്റെ അൺവൈൻഡിങ് എന്താണെന്ന് നമ്മൾ ബ്രീഫായിട്ട് ഒരു ദിവസം എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് വേറെ ഒന്നുമല്ല, അപ്പോൾ നമുക്കറിയാലോ US ബോണ്ടിലേക്ക് പൈസ പോവുമോ ഇന്ത്യൻ ബോണ്ട് വിറ്റിട്ട് എന്നുള്ളത് ഒരു റിസ്ക് ആയിട്ട് നിലനിൽക്കുമ്പോൾ, രണ്ടാമത്തെ റിസ്ക് എൻ ക്യാരി ട്രേഡിൻ്റെ അൺവൈൻഡിങ് ആണ്. എൻ ക്യാരി ട്രേഡ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇപ്പോൾ ജപ്പാൻ വേൾഡിൽ തന്നെ വൺ ഓഫ് ദ സ്റ്റേബിൾ ആൻഡ് ലാർജ് സോഴ്സ് ഓഫ് മണിയാണ്. അല്ലെങ്കിൽ വലിയൊരു എക്കണോമിയാണ്, സ്റ്റേബിളാണ്, ലാർജ് സോഴ്സ് ഓഫ് ചീപ്പ് മണിയും കൂടെയാണ്. കാര്യം എന്താ, ജപ്പാൻ ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു കാര്യമുണ്ട്, ഈൽഡ് കർവ് കൺട്രോൾ. അതായത് YCC, അതായത് ബാങ്ക് ഓഫ് ജപ്പാൻ അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് 0 അല്ലെങ്കിൽ നിയർ ടു 0 വെച്ചേക്കുന്നത്. അതായത് അവിടെ നമ്മൾ പല ഡെക്കേഡ്സ് ആയിട്ടും അവരുടെ ഇൻട്രസ്റ്റ് റേറ്റ്, ബാങ്ക് ഓഫ് ജപ്പാൻ ജപ്പാൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഏതാണ്ട് 0% അല്ലെങ്കിൽ നിയർ ടു 0% ആണ് വന്നിരിക്കുന്നത്. അതായത് ജാപ്പനീസ് ഇൻവെസ്റ്റേഴ്സിന് ഈ ബോണ്ടിൽ നിന്നും 5 പൈസ പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല. ബട്ട് പകരം വേറെ എന്ത് ഗുണമാണ് കിട്ടിയിരിക്കുന്നത്? ചീപ്പായിട്ടുള്ള ഫണ്ട് കിട്ടി അല്ലേ. ചീപ്പായിട്ടുള്ള ഫണ്ട് കിട്ടുമ്പോൾ എന്താ നമ്മൾ ചെയ്യുക? അത് ജാപ്പനീസ് ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് നമ്മളെപ്പോലത്തെ ഒരു സാധാരണക്കാരല്ല, എവിടെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, കേജ്ഡ് അല്ലാത്ത, അതായത് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സും ജാപ്പനീസ് ഇൻവെസ്റ്റേഴ്സും എന്ത് ചെയ്തു? ജപ്പാനിൽ നിന്നും പൈസ എടുത്തു. കാര്യം എന്താ? 0% ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നിയർ ടു 0% ഇൻട്രസ്റ്റ് അല്ലേ. അപ്പോൾ ജപ്പാനിൽ നിന്നും യെന്നിൽ കടമെടുത്തിട്ട് ഈ കാശ് ഉപയോഗിച്ച് എന്ത് ചെയ്തു? മറ്റുള്ള ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പം നമ്മൾ നോക്കുക, ഇപ്പം വെറുതെ ബോണ്ട് എന്ന് പറയുന്നത് ഒരു ബാങ്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കണക്കാക്കാം. ആ 0% ജപ്പാനിൽ നിന്ന് കാശെടുത്ത് ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റത്തിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ 6% കിട്ടുമെന്നുള്ള ആ ഡിഫറൻഷ്യൽ, അതായത് ആ ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ ഒരു ലോസും കൂടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റേഴ്സിന് അത് ലാഭമാണ്. അപ്പോൾ അതേപോലെ ജാപ്പനീസ് മണി, ഇന്ത്യൻ ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ, ഇന്ത്യൻ ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ, 6% റിട്ടേൺ കിട്ടും. കാര്യം എന്താ? 0% ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നിയർ ടു 0% ഇൻട്രസ്റ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട്
പല ഇൻവെസ്റ്റേഴ്സും എടുത്തിട്ട് ദാറ്റ് വാസ് ഫ്ലോയിങ് അറൗണ്ട് ദ വേൾഡ് ഇൻ ഇന്ത്യ, US, UK, യൂറോപ്പ്, അന്നിങ്ങനെ പല സ്ഥലങ്ങളിലേക്കും പോയി. എന്തിലൊക്കെ കയറി? ഈ രാജ്യങ്ങളിലേക്ക് ബോണ്ടിലും കയറി, ഈ രാജ്യങ്ങളിലേക്കൊക്കെ സ്റ്റോക്കിലും കയറി, എമർജിങ് മാർക്കറ്റ് സ്റ്റോക്സിലും കയറി, എമർജിങ് മാർക്കറ്റ് ബോണ്ട്സിലും കയറി എന്നുള്ള, പൗണ്ടിൽ കയറി, അങ്ങനെ പല സ്ഥലത്തും കയറിയിട്ടുണ്ട്. ബോണ്ടിൽ കയറിയിട്ടുണ്ട്, കറൻസിയിൽ കയറിയിട്ടുണ്ട്, സ്റ്റോക്സിൽ കയറിയിട്ടുണ്ട്. കാര്യം എന്താ? നിങ്ങൾക്ക് ചീപ്പായിട്ട് മണി യെന്നിൽ, ജാപ്പനീസിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഈ പൈസ ശരിക്കും പറഞ്ഞാൽ ഹോട്ട് മണിയായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്ത് നടക്കുകയാണ്. എവിടെയൊക്കെയാണോ ഓപ്പർച്യൂണിറ്റി അവിടെ പോകും. ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യും, ഇന്ത്യയിൽ നിന്ന് മാറി നാളെ US പോകും, US നിന്ന് മാറി നേരെ വേണമെങ്കിൽ യൂറോപ്പിലേക്ക് പോകും, അല്ലെങ്കിൽ UK പോകും. ഇങ്ങനെ രീതിയിൽ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതെന്താ ഈ പൈസയുടെ പ്രത്യേകത? ആസ് ലോങ് ആസ് ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റ് 0 ആയി നിൽക്കും തോറും ഈ ട്രേഡ് പ്രോഫിറ്റബിൾ ആയിട്ട് നടക്കുന്നു, ഒരു പ്രോബ്ലം ഇല്ലാതെ നടക്കുന്നു. അതിൻ്റെ ചെറിയൊരു റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ കറൻസിയുടെ റിസ്ക്കാണ്. അതും കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇതിനകത്ത് ഭേദപ്പെട്ട റിട്ടേൺ ജാപ്പനീസ് ഇൻവെസ്റ്റേഴ്സിനും ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിനും ഈ ജപ്പാനിലെ 0 ഇൻട്രസ്റ്റ് റേറ്റ് കാരണം അവരനുഭവിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ എൻ ക്യാരി ട്രേഡ് എന്ന് പറയുന്നത്. അതായത് ജപ്പാനിൽ നിന്ന് ചീപ്പ് പൈസ എടുത്ത് കടമെടുത്തിട്ട് ലോകത്തുള്ള പല ബോണ്ടുകളിലും സ്റ്റോക്കുകളിലും ഇന്ത്യ, US, യൂറോപ്പ്, UK എന്നിങ്ങനെയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഡിഫറൻഷ്യലിൻ്റെ പണം എടുത്ത് സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടമായിരുന്നു ഈ എൻ ക്യാരി ട്രേഡ് എന്ന് പറഞ്ഞാൽ. അത് സന്തോഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. കണ്ടീഷൻ എന്താണ്? ജപ്പാനിൽ ഇൻട്രസ്റ്റ് റേറ്റ് 0 അല്ലെങ്കിൽ നിയർ ടു 0 തന്നെ ആയിരിക്കണം. അപ്പോൾ അടുത്ത കാലത്ത് എന്താ പറ്റിയത്? ഒരു ടെക്ടോണിക്കൽ ഷിഫ്റ്റ്. എന്താണ് ടെക്ടോണിക്കൽ ഷിഫ്റ്റ് നടന്നത്? നൗ ബാങ്ക് ഓഫ് ജപ്പാൻ ഈസ് ടൈറ്റനിങ്. അവരുടെ ലൂസായിട്ടുള്ള മോണിറ്ററി പോളിസി അവർ ടൈറ്റ് ചെയ്യുന്നു. അതായത് ഈൽഡ് കർവ് കൺട്രോൾ എന്ന് പറയുന്ന പരിപാടി അവർ സ്ക്രാപ്പ് ചെയ്തിരിക്കുന്നു. അതായത് ദേ ഡു നോട്ട് വോണ്ട് ടു കീപ് ജാപ്പനീസ് ബോണ്ട് അറ്റ് എ ലോവർ ലെവൽ എനി മോർ എന്നുള്ളതാണ്. അപ്പോൾ എന്ത് പറ്റും? അവരൊന്ന് ആ ഒരു ടൈറ്റൻ ചെയ്യാൻ നേരത്തെ എന്ത് ചെയ്യും? മാർക്കറ്റ് ഫോഴ്സസ് ജാപ്പനീസ് ബോണ്ട് ഈൽഡിലേക്ക് അഫക്റ്റ് ചെയ്യും. അതായത് പിന്നെ കാര്യങ്ങൾ ഓപ്പണായി അല്ലേ? ആ ഇരുത് എടുത്ത് സ്ക്രാപ്പ് ചെയ്തു. അവർ ഈൽഡ് കർവ് കൺട്രോൾ നിന്ന് എടുത്ത് സ്ക്രാപ്പ് ചെയ്തോടെ നാച്ചുറൽ ആൻഡ് മാർക്കറ്റ് ഫോഴ്സസ് വിൽ ആക്ട് ഓൺ ജാപ്പനീസ് ബോണ്ട് ഈൽഡ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇനിഷ്യൽ റിയാക്ഷൻ തന്നെ 10-year ജാപ്പനീസ് ഈൽഡ് എന്ന് പറയുന്നത്, ബോണ്ട് ഈൽഡ് എന്ന് പറഞ്ഞാൽ 1.8% ആയി ഉയർന്നു. 20-year ജാപ്പനീസ് ബോണ്ട് ഈൽഡ് എന്ന് പറയുന്നത് 2.9% ആയിട്ട് വരുന്നു. 30-year എന്ന് പറഞ്ഞാൽ 2.43% ആയിട്ട് വരുന്നു. അതായത് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി എന്ന് സിമ്പിളായിട്ട് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലായി. അപ്പോൾ ജപ്പാനിൽ 0ക്ക് കിട്ടിയിരിക്കുന്ന സാധനം ഇപ്പോൾ എന്താ ഏതാണ്ട് 1.8, 2.9, 2.43% ഒക്കെ ആയിട്ട് ഉയർന്നു എന്നുള്ള. അപ്പോൾ ജപ്പാനിൽ നിന്ന് കടമെടുക്കുന്ന പൈസ കോസ്റ്റ്ലി ആയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായെന്നുള്ള. അപ്പോൾ സോ ഫാർ എൻ ക്യാരി ട്രേഡ് വാസ് profitable as long as borrowing cost from Japan in US was 0 or near to 0. എന്നാൽ കാര്യങ്ങൾ തിരിയുമ്പോൾ എന്ത് പറ്റും? കാര്യങ്ങൾ തിരിയുമ്പോൾ ജപ്പാനിലെ ബോണ്ട് ഈൽഡ് ഉയർന്നു എന്ന് മാത്രമല്ല എന്നും കയറി സ്ട്രോങ് ആവും. അപ്പോൾ രണ്ട് രീതിയിലുള്ള എഫക്റ്റ് അവിടെ വരും. അപ്പോൾ എന്ത് പറ്റും? ജാപ്പനിയിൽ നിന്ന് മേടിച്ച, അതായത് ജാപ്പനിലെ ഈൽഡ് ഏതാണ്ട് റിസ്കിയറായി ഈൽഡ് കയറി, ജപ്പാനിലെ യെൻ കയറി. ഇനി ഈ എടുത്ത പൈസ നമ്മുടെ ബോറോയിങ് കോസ്റ്റ് കൂടി എന്ന് മാത്രമല്ല ഇത് റീഫിനാൻസ് ചെയ്യണതും കോസ്റ്റ്ലി ആയി എന്നുള്ള. പൈസ എടുത്തു പോയി. ഇനിയിപ്പോൾ റീഫിനാൻസ് ചെയ്യണമെങ്കിലോ 0% പൈസ എടുത്തു. ഇപ്പോൾ അത് ഏതാണ്ട് 1.4ഉം 2.4ഉം ഒക്കെ ആയിരിക്കും. അപ്പോൾ റീഫിനാൻസ് ചെയ്യുമ്പോൾ കാശ് കൂടും. പുതിയതായിട്ട് എടുക്കാമെന്ന് വെച്ചാലോ അതിലും കാശ് കൂടി നിൽക്കുകയാണെന്നുള്ള. അപ്പോൾ എല്ലാ കാര്യത്തിലും കൂടിയെന്നുള്ള. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ പല രാജ്യങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെയൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുന്നു അല്ലേ? ഇവിടെയും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുന്നു. അപ്പോൾ ജനങ്ങൾ, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സും ജാപ്പനീസ് ഇൻവെസ്റ്റേഴ്സും നോക്കണം എന്താ? നമ്മുടെ എക്കണോമി, ജാപ്പനീസ് എക്കണോമി തന്നെ ഈൽഡ് നന്നായിട്ട് കയറി, എന്നും സ്ട്രെങ്തൻ ചെയ്യുന്നു. മറ്റ് രാജ്യങ്ങൾ, ഇപ്പോൾ ഇന്ത്യയായിട്ട് ഞാൻ കമ്പയർ ചെയ്യും, ഇന്ത്യയിലാണെങ്കിലോ ബോണ്ട് ഈൽഡ് കുറയുന്നു. കാര്യം എന്താ? ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നു. അതുമാത്രമല്ല റുപ്പി സ്ട്രെങ്തനും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഈ പൈസ അവിടെ നിന്ന് എടുത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൂടാ, നമ്മുടെ ബോണ്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൂടാ എന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ സെല്ല് ചെയ്ത് പൈസ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോവുമോ എന്നുള്ളതാണ്. അതായത് ഓൾ ദ ഇൻവെസ്റ്റേഴ്സ് വിൽ സെൽ ഫോറിൻ അസറ്റ്സ് ഇൻ US, India,
എമർജിങ് മാർക്കറ്റ്സിൽ ബോണ്ട്, കറൻസി, സ്റ്റോക്കിലൊക്കെ സെല് ചെയ്തിട്ട് ഈ പൈസ തിരിച്ച് ജപ്പാനിലേക്ക് എന്നിലാക്കി തിരിച്ച് എടുത്തുകൊണ്ട് പോവുമോ എന്നുള്ളതിനെയാണ് നമുക്ക് ഈ പറയുന്നത്. അതായത് അതിനെയാണ് അൺവൈൻഡിങ് ഓഫ് എൻ ക്യാരി ട്രേഡ് വിച്ച് കുഡ് പോസിബിളി ലീഡ് ടു ലിക്വിഡിറ്റി ക്രഞ്ച് എന്നുള്ള. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അറിയാലോ, ഇന്ത്യയിലെ ബോണ്ട്സും കറൻസിയും സ്റ്റോക്സും സെല് ചെയ്ത് വീണ്ടും, അതായത് ഇന്ത്യയിലേക്ക് ഒരുപാട് ഈ എൻ ക്യാരി ട്രേഡിൻ്റെ ബെനിഫിറ്റ് ആയിട്ടുള്ള പൈസ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും ബോണ്ട് മാർക്കറ്റിലും കറൻസിയിലും വന്നിട്ടുണ്ട്. അതിനി സെല് ചെയ്തിട്ട് ഇനി ഇതിനേക്കാളും നല്ലത് ഈ പൈസ അവിടെ നിൽക്കുന്നതാണെന്ന് ആ ഇൻവെസ്റ്റേഴ്സ് തീരുമാനിച്ചാൽ ഈ പൈസ ഇവിടുന്ന് സെല് ചെയ്ത് പോകുമ്പോൾ ദാറ്റ് വിൽ പുട്ട് പ്രഷർ ഓൺ ഇന്ത്യൻ റുപ്പി ഫർദർ വിച്ച് ഈസ് ഓൾറെഡി നിയർ ടു 90 against ഡോളർ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാലോ ഈ 90 against ഡോളർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് RBI ഇതുവരെ അതിനകത്ത് ഇടപെട്ടിട്ടില്ല. കാര്യം എന്താ, RBI ചെയ്യുന്നത് ഒരു പക്ഷേ ഇതായിരിക്കും, അതായത് നമ്മൾ ഇടപെടാതിരിക്കും തോറും നമുക്ക് എക്സ്പോർട്സ് കോമ്പറ്റീറ്റീവായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്കെന്താ ഇപ്പോൾ ഫോറിൻ ഗുഡ്സ് എന്താ പറയുക, നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ ഗുഡ്സ് ഫോറിൻ ബയറിന് ചീപ്പായിട്ട് മേടിക്കാൻ പറ്റും. കാര്യം അവർ ഡോളർ കയറി നിൽക്കുന്നു, ഇന്ത്യൻ റുപ്പി താന്നിരിക്കുന്നു. അപ്പോൾ ഒരു ഫോറിൻ ബയറിനെ സംബന്ധിച്ച് ഇന്ത്യൻ സാധനങ്ങൾ വളരെ ചീപ്പായിട്ട് മേടിക്കാം. അപ്പം നമ്മുടെ എക്സ്പോർട്ടേഴ്സിന് ബെനിഫിറ്റാണ്. എക്സ്പോർട്ടിങ് കോമ്പറ്റീറ്റീവായിട്ട് നിൽക്കും. നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണോ US ട്രേഡ് ഡീലിൻ്റെ ഇഷ്യൂല ടാരിഫിൽ വന്നത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ നല്ലത് റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നതാണെന്നുള്ള. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, അതുമാത്രമല്ല ഒരു ഹെൽപ്പും കൂടെ വരണമെന്ന് വെച്ചാൽ നമ്മുടെ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ചൈനീസ് പ്രോഡക്ട്സ് ഇന്ത്യയിൽ ഡംപ് ചെയ്യില്ല. ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് പെട്ടെന്നൊരു പ്രശ്നം വരുന്നത്. അതായത് ഇനി ഇതിൽ കൂടുതൽ റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്യണമെങ്കിൽ അത് വലിയൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആവും. ഈ ഗവൺമെൻറ് വീക്കാണെന്ന് ഒപ്പോസിഷൻ പറയും. അത് ചിലപ്പോൾ ഗവൺമെൻറ്റിന് ആവശ്യം വരില്ല. അതായത് ഗവൺമെൻറ് അത് ഫേസ് ചെയ്യാൻ തയ്യാറല്ല. അപ്പോൾ RBIക്ക് എന്ത് ചെയ്യാം, ഗവൺമെൻറ്റിനെയും റുപ്പിയെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം, ഒന്നെന്ന് പറഞ്ഞത് RBIക്ക് വേണമെങ്കിൽ US ഡോളേഴ്സ് സെല് ചെയ്യാം. എന്നിട്ട് റുപ്പിക്കുള്ള ഡിമാൻഡ് കൂട്ടിയിട്ട് റുപ്പിയെ പിടിച്ചു നിർത്താം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, RBIക്ക് വേണമെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് OMO ഒക്കെ ചെയ്തിട്ട് ബാങ്കിന് അല്ലെങ്കിൽ ലിക്വിഡിറ്റി ക്യാഷ് ക്രഞ്ച് ഇല്ലാതായിരിക്കാനായിട്ട് അവർക്ക് രണ്ടാമത് അത് ചെയ്യാം. മൂന്നാമത്തെ കാര്യമാണ് ഞാൻ പേടിക്കുന്നത്, അതായത് അവരാലോചിക്കുകയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാതിരുന്നാൽ എൻ ക്യാരി ട്രേഡ് അൺവൈൻഡ് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ബോണ്ട് ഈൽഡ് ഉയർന്നു നിൽക്കുകയാണെങ്കിൽ ഈ പൈസ പോയില്ലെങ്കിലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യേണ്ട എന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം. അപ്പോൾ ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ ഫ്രം ഇന്ത്യൻ ബോണ്ട്സ്, ഇന്ത്യൻ സ്റ്റോക്സ് എന്നിലേക്ക് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടും RBIക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാതിരിക്കാം. അതുമാത്രമല്ല ഇന്ത്യൻ ബോണ്ടിൽ നിന്ന് പൈസ US ബോണ്ടിലേക്ക് പോകുന്നതും തടയാൻ വേണ്ടിയിട്ട് RBIക്ക് കട്ട് ചെയ്യാതിരിക്കാം. അപ്പോൾ RBIക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാതിരിക്കാനുള്ള സാധ്യതകൾ വളരെ ഹൈ ആണ് എന്നുള്ളതാണ്. ബട്ട് എന്താണ് RBI ഡിസിഷൻ എടുക്കണമെന്ന് നമുക്കറിയില്ല. ബട്ട് ഈവൻ ദെൻ നമുക്ക് നോക്കാം. ഈ കട്ട് ചെയ്യുന്നതിനേക്കാളും നമ്മൾ നോക്കേണ്ടത് എന്താണ് RBI ലിക്വിഡിറ്റി മാനേജ്മെൻറ്റിലും OMO ഓപ്പറേഷൻസിലും RBI ബോണ്ട് കൂടുതൽ മേടിക്കുന്നുണ്ടോ, ഫോറക്സിൻ്റെ കാര്യത്തിൽ എന്ത് മാനേജ്മെൻറ്റാണ് ചെയ്യണമെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. വിഷ്ണു, നമ്മളെ സംബന്ധിച്ച് മോണിറ്ററി പോളിസി മീറ്റിംഗ് തുടങ്ങിയോ? ഏതാണ്ട് 10 മണി കഴിഞ്ഞു എന്നുള്ളതാണ് ഗവർണറുടെ സ്പീച്ച് തുടങ്ങുന്നതാണ്. വിഷ്ണുവിന് ഫീഡ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? മോണിറ്ററി പോളിസി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമുക്ക് സഞ്ജയ് മൽഹോത്രയുടെ RBI ഗവർണറുടെ പ്രസ് റിലീസിലോട്ട് കടക്കാം. നമുക്ക് അതിലോട്ട് പോകാമെന്ന് കരുതുന്നു. further support the economy and accelerate progress. Since the global policy, the Indian economy has witnessed rapid disinflation, with inflation coming down to an unprecedentedly low level. For the first time since the adoption of flexible inflation, targeting average headline inflation per quarter at 1.7% in Q2 this year reached the lower tolerance threshold of 2%. It dipped further to a mere 0.3% in October 2025. On the other hand, real GDP growth accelerated to 8.2% in Q2, buoyed by strong spending during the festive season, which was further facilitated by the rationalization of the GST rates. Inflation at a benign 2.2% and growth at 8%
for the first half of this year presents a rare Goldilocks period. Globally, contrary to earlier expectations, growth has been relatively strong. Evolving geopolitical and trade environments, however, continue to weigh on the outlook. Inflation paths remain divergent, with headline inflation remaining above target in most advanced economies. Pressures in most emerging markets, however, are contained, providing them the room for accommodative monetary policy. Conflicting pulls and pressures from AI-fueled optimism and concerns over high valuations are playing out in global equity markets. Divergence in monetary policy trajectory of central banks is adding to the uncertainty on the capital flows and yield spreads. I will now come to the major decisions of the MPC and the RBI. The MPC met on the 3rd, 4th and 5th of December to deliberate and decide on the policy repo rate. After a detailed assessment of the evolving macroeconomic conditions and the outlook, the MPC voted unanimously to reduce the policy repo rate by 25 basis points to 5.25% with immediate effect. I repeat, the MPC voted unanimously to reduce the policy repo rate by 25 basis points to 5.25% with immediate effect. Consequently, the STF rate under the LAF shall stand adjusted to 5% and the MSF and bank rate to 5.5%. The MPC also decided to continue with the neutral stance. Moreover, in view of the evolving liquidity conditions and the outlook, the Reserve Bank has decided to conduct OMO purchases of government securities of 1 lakh crore rupees and a 3-year dollar-rupee buy-sell swap of $5 billion this month in December to inject further durable liquidity into the system. I shall now briefly set out the rationale for the decisions of the MPC. The MPC noted that the headline inflation has eased significantly and is likely to be softer than the earlier projections. This is primarily on account of the exceptionally benign food prices. Reflecting these favorable conditions, the projections for average headline inflation this year and Q1 next year have been further revised downwards. Core inflation, which had been rising steadily since Q1 last year, eased at the margin in Q2 this year and is expected to remain anchored in the period ahead. So both headline and core inflation are expected to be at or below the 4% mark during the first half. സർ, എന്തായാലും മോണിറ്ററി പോളിസി യോഗ തീരുമാനങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. 0.25-ൻ്റെ ഒരു കട്ടാണ് വന്നിരിക്കുന്നത്. അതായത് 5.25% ഇപ്പോൾ കുറച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല GST പരിഷ്കാരങ്ങൾ, ഫെസ്റ്റിവൽ സീസണൊക്കെ നമുക്കൊരു വളർച്ചയുടെ ആക്കം കൂട്ടി എന്ന രീതിയിലുള്ളൊരു കമൻസ് വന്നതായിട്ട് കാണുന്നു. മാത്രമല്ല യുനാനിമസ്ലി ആണ് ഈ ഒരു തീരുമാനമെടുത്തതെന്നാണ് ഇപ്പോൾ ഗവർണർ പറഞ്ഞിരിക്കുന്നത്. താങ്കളുടെ ഒരു ആദ്യത്തെ കമൻറ്റ് ഈ ഒരു മോണിറ്ററി പോളിസി യോഗ തീരുമാനങ്ങളിലെത്താണ്? ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. 25 ബേസിസ് പോയിന്റ്സ് കട്ട് എന്ന് പറയുന്നത് ഇന്ത്യ ഈസ് ഗോയിങ് ഫോർ എ ഗ്രേറ്റ് സ്റ്റിമുലസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് GST റേറ്റ് കട്ട് വന്നിരിക്കുന്നു. ഇൻകം ടാക്സ് ഏതാണ്ട് 12 ലക്ഷം വരെ ഇൻകം ടാക്സ് ഇല്ല എന്ന് വെച്ചിരുന്നു. ഇപ്പോൾ ഈ മോണിറ്ററി പോളിസിയിലും കൂടെ 25 ബേസിസ് പോയിന്റ്സ് കട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗവൺമെൻറ് ആൻഡ് RBI ഈസ് കമ്മിറ്റഡ് ടു കിക്ക് സ്റ്റാർട്ട് ഗ്രോത്ത് ഇൻ ഇന്ത്യ ആൻഡ് ദിസ് ഈസ് എ സ്റ്റിമുലസ്. ഇതൊരു സ്റ്റിമുലസ് ആയിട്ട് തന്നെ കണക്കാക്കണം എന്നുള്ള കാര്യം. അപ്പർ സൈഡിലെ റിസ്ക് എന്തായിരുന്നു നമ്മളറിയാലോ. ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 കാര്യങ്ങളായിരിക്കും ഫേസ് ചെയ്യുന്നത്. ഒന്ന്, US ബോണ്ട്, എസ്പെഷ്യലി അവിടെ ബോണ്ട്സ് 10-year ബോണ്ട് yield 4.1% നിൽക്കുകയും
ഇന്ത്യൻ റുപ്പി ഡിപ്രിഷ്യേറ്റ് ചെയ്യും കൂടെ നിൽക്കുമ്പോൾ US ബോൺസും ഇന്ത്യൻ ബോൺസും തമ്മിൽ ഡിഫറൻഷ്യൽ കുറയുകയാണെങ്കിൽ ആൾക്കാർക്ക് ഏറ്റവും ലാഭം US ബോൺസാണ്. അപ്പോൾ ഇന്ത്യൻ ബോൺസ് സെല്ല് ചെയ്തിട്ട് ഈ പൈസ അങ്ങോട്ടേക്ക് എടുക്കാനുള്ള ചാൻസ് റിസ്ക് നിലനിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ബോണ്ട് ഈൽഡ് അല്ലെങ്കിൽ ഡെപ്റ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെങ്കിൽ വീണ്ടും ജപ്പാനിലെ ബോണ്ട് ഈൽഡ് ഉയരുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നിടത്തോളം കാലം ഡിഫറൻഷ്യൽ കുറയുകയാണെങ്കിൽ ജാപ്പനീസ് ആൻഡ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യൻ ബോണ്ടുകളും ഇന്ത്യൻ സ്റ്റോക്കുകളും എല്ലാം വിറ്റിട്ട് പൈസ അങ്ങോട്ട് എടുക്കാനുള്ള റിസ്ക്കും മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ റിസ്ക് എന്താണ്? ഈ ഔട്ട്ഫ്ലോ ഇന്ത്യയിൽ നിന്ന് ഓൾറെഡി ഇക്വിറ്റീസിൽ നിന്ന് $17 ബില്യൺ സെല്ല് ചെയ്ത് പോയത് കാരണവും തിരിച്ച് ഇന്ത്യയിലേക്ക് ഏതാണ്ട് $8 ബില്യൺ വന്നിട്ട് പോലും ഇന്ത്യയുടെ റുപ്പി $90 എന്നുള്ള രീതിയിലേക്ക് കട്ട് ചെയ്ത് നിന്നിട്ട് പോലും ഗവൺമെൻറ്റോ RBIയോ അതിൽ ടെൻഷൻ അടിക്കുന്നില്ല എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പകരം ഇന്ത്യൻ ഗവൺമെൻറ്റും ഇന്ത്യൻ RBIയും ഈസ് ട്രൈയിങ് ടു കിക്ക് സ്റ്റാർട്ട് ഗ്രോത്ത് ആൻഡ് കെൻഷ്യൻ മോഡൽ ഓഫ് എക്കണോമിക്സ് ഈസ് ടേക്കിംഗ് ഓവർ. അതായത് കിക്ക് സ്റ്റാർട്ട് ഗ്രോത്ത്, എവറിത്തിങ് വിൽ ബി ഫൈൻ എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. അങ്ങനത്തെ രീതിയിലേക്ക് പോവുകയാണ്. അതായത് ദിസ് ഈസ് ഗ്രേറ്റ്. ഐ മീൻ ഇൻഫാക്ട് ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഗ്രേറ്റ്. മറ്റേ വശത്ത് നോക്കുകയാണെങ്കിൽ പ്രൊവൈഡഡ് ഗവൺമെൻറ് അല്ല, ഗവൺമെൻറ് എന്ന് പറയുന്നതിനേക്കാളും ശരി RBI എന്നാണ്. RBI എങ്ങനെയാണ് ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്? അതായത് ഇൻ കേസ് money gets, there is a flight of capital from Indian bonds to US bonds, or there is a flight of capital from Indian bonds, Indian stocks to തിരിച്ച് ജപ്പാൻ, അങ്ങനെ വരികയാണെങ്കിൽ ഇന്ത്യൻ സിസ്റ്റത്തിൽ ഒരു ലിക്വിഡിറ്റി ക്രഞ്ച് വരികയാണെങ്കിൽ എന്ത് രീതിയിലായിരിക്കും RBI ആ ലിക്വിഡിറ്റി മാനേജ് ചെയ്യുന്നത്? OMO ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് നടത്തുമോ, കൂടുതൽ ബോണ്ട് മേടിക്കുമോ എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ അനിലേക്ക് അതിൻ്റെയുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടാവും. കാര്യം ഇപ്പോഴും RBI ഗവർണറിൻ്റെ സ്പീച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് പ്രസ് മീറ്റ് എനിക്ക് തോന്നുന്നു 11:30 12 മണിക്കോ ആയിരിക്കാം എന്നുള്ള ആ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കൂടുതൽ കിട്ടേണ്ടത്. ബട്ട് ഫേസ് വാല്യൂവിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഹാസ് ഗോൺ ഫോർ എ ഗ്രേറ്റ് സ്റ്റിമുലസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യ ഈസ് ബാങ്കിങ് ഓൺ ഹൈ ഗ്രോത്ത്. അതിലേക്ക് തന്നെയാണ്. അതായത് ഇന്ത്യ ഈസ് കമ്മിറ്റഡ് ടു ഹാവ് എ ഹയർ GDP ഗ്രോത്ത്. ആൻഡ് ഐ തിങ്ക് ഇവർ എന്തായാലും RBI ഈ ഒരു ഡിസിഷൻ എടുക്കുന്നു. RBI ഈസ് ഓപ്റ്റിമിസ്റ്റിക് ദാറ്റ് ഇന്ത്യൻ ഗവൺമെൻറ് വിൽ റിസോൾവ് all kind of trade issues with all the countries. അതായത് ഇന്ന് റഷ്യയായിട്ട് നടക്കുന്നതും അടുത്ത ആഴ്ച US ആയിട്ട് നടക്കാൻ പോകുന്നതും മാത്രമല്ല പല പുതിയ രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് പാക്റ്റും ഇന്ത്യയെ അനുകൂലിക്കും എന്നാണ്. ഇത് നമ്മൾ RBIയുടെ കാൽക്കുലേഷനും ഗവൺമെൻറ് കാൽക്കുലേഷനും വളരെ നന്നായിട്ട് പോവുകയാണെങ്കിൽ then we are for a great 2026 എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിഷ്യലി നമുക്കൊരു കാര്യം പറയാം. 25 ബേസിസ് പോയിൻറ്റ്സ് കട്ട് എന്ന് പറയുന്നത് ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം. റിയൽ എസ്റ്റേറ്റ് കമ്പനീസ്, അത് മാത്രമല്ല ഓട്ടോ കമ്പനീസ്, NBFCs ഒക്കെ ആയിരിക്കും ഇമ്മീഡിയറ്റ് ബെനിഫിഷ്യറി ഓഫ് 25 ബേസിസ് പോയിൻറ്റ്സ് കട്ട്. ബാങ്കിന് ഒരു പക്ഷേ ഇതൊരു നെഗറ്റീവ് ആയേക്കാം എന്നുള്ള. ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റീവ് സ്റ്റോക്സ് ആയിരിക്കും ഇപ്പോൾ മാർക്കറ്റിൽ പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. എനിക്ക് തോന്നുന്നു അനില, എനിക്ക് തോന്നുന്നു 10:15 ജോയിൻ ചെയ്യുള്ളൂ അല്ലേ? അനില 10:15 ജോയിൻ ചെയ്യുന്നത്. സാറിന് എന്തായാലും കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് വേറെ ഒന്നുമില്ല. ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സ്റ്റിമുലസ് നടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. അതായത് ഗവൺമെൻറ് ഈസ് ഗോയിങ് ഓൾ ഗൺസ് ബ്ലേസിങ്. അത് മാത്രമല്ല RBIയും അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു എന്നുള്ള. എന്തൊക്കെയാണോ ഇവിടെ കൺസംഷൻ ട്രിഗർ ചെയ്യേണ്ടത് അതിനുള്ള എല്ലാ ചേരുവകളും വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ മുന്നോടിയായിട്ട് നമുക്ക് വീണ്ടും പറയാം, 12 ലക്ഷം വരെയുള്ള ഇൻകം ടാക്സ് റേറ്റ് കട്ട്. രണ്ടാമത് ഈ പറയുന്ന പോലെ ഒരുപാട് ബിൽസ് പാർലമെന്റിൽ അവതരിപ്പിച്ചു. 3 ട്രേഡ് ഡീലിൻ്റെ GST ഇളവുകൾ, GST 2 അതിൻ്റെ GSTയുടെ വലിയ രീതിയിലുള്ള ഇളവുകൾ വന്നു. അത് മാത്രമല്ല ഒരുപാട് ട്രേഡ് ഡീലിനുള്ള സംസാരവും പാരലി നടക്കുന്നു. US ആയിട്ട് നടന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണെങ്കിൽ പോലും ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അടുത്ത ആഴ്ച US ഡെലിഗേഷൻ ഇന്ത്യയിലേക്ക് വരും എന്ന് പറയുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ ആഴ്ചത്തെ ആ ഒരു മീറ്റ് തന്നെയാണ് അതിലൊരു പ്രഷറൈസിങ് കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൂടാതെ തന്നെ RBI ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റും കൂടെ കട്ട് ചെയ്ത് ഗ്രോത്ത് ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഓവറോൾ ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് കരുതാം. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് തന്നെയാണെന്നുള്ള. ബട്ട് ഈവൻ ദെൻ ഇതിനകത്ത് ഞാൻ പറഞ്ഞാൽ ഇതൊരു ക്യാവിയറ്റോട് കൂടിയാണ് വായിക്കേണ്ടത്. നമുക്ക് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് വരുമ്പോഴാണ് നമുക്ക്
ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്. കാര്യം നമ്മൾ എപ്പോഴും പറയില്ലേ, ടു മച്ച് ഓഫ് ഓപ്റ്റിമിസം ക്യാൻ ബി നെഗറ്റീവ് ഫോർ ദ മാർക്കറ്റ് ആൻഡ് ടു മച്ച് ഓഫ് നെഗറ്റീവിസം ക്യാൻ ബി പോസിറ്റീവ് ഫോർ ദ മാർക്കറ്റ്. ഇങ്ങനെയും മാർക്കറ്റിലേക്ക് വരും എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. ബട്ട് നമ്മൾ നോക്കേണ്ടത്, ഞാൻ RBI ഈ റേറ്റ് കട്ടിനേക്കാളും, ഈ റേറ്റ് കട്ട് എന്ന് പറയുന്നത് 25 ബേസിസ് പോയിന്റ്സ് കട്ട് എന്ന് വെച്ചാൽ ഇറ്റ് വോണ്ട് മൂവ് ദ നീഡിൽ മച്ച്, നീഡിൽ വലുതായിട്ട് മൂവ് ചെയ്യിപ്പിക്കുകയൊന്നുമില്ല. ബട്ട് ലിക്വിഡിറ്റി മാനേജ്മെന്റ്, ഇന്ത്യൻ RBI ഇന്ത്യൻ ബോണ്ടുകൾ RBI മേടിക്കോ, ലിക്വിഡിറ്റി എങ്ങനെയാണ്, ഇൻ കേസ് ഓഫ് ദർ ഇസ് ലിക്വിഡിറ്റി മൂവിങ് ഔട്ട് ഓഫ് ഇന്ത്യ, ബാങ്കുകൾക്ക് ലിക്വിഡിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകൾക്ക് ലെൻഡ് ചെയ്യാവുന്ന ക്യാപിറ്റൽ വളരെ കുറയും. അത് എങ്ങനത്തെ രീതിയിലാണ് ഇന്ത്യ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്, അത് എങ്ങനെയാണ് ബോണ്ട് മേടിച്ചിട്ട് എത്രത്തോളം ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് നടത്തും എന്നുള്ളതാണ് നമുക്ക് ഈ കമൻട്രിയിൽ കാണാനുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ടെക്നിക്കൽ സെറ്റപ്പ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, 2026 നല്ലൊരു പിച്ച് തന്നെ റെഡിയാക്കി ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ റുപ്പിയുടെ ഒരു ടെക്നിക്കൽസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 90 കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്ന് കൂൾ ഓഫ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ലോവർ ലെവലിൽ ഒരു 85, 86 ഹയർ ലെവൽ 88, 89 ഒക്കെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഇന്ത്യൻ മാർക്കറ്റിൽ ഓഫ് കോഴ്സ് ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ സ്റ്റോക്സ്, NBFC അല്ലെങ്കിൽ PSU ബാങ്ക്സ്, പ്രൈവറ്റ് ബാങ്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു മെറ്റൽ ആൻഡ് കമ്മോഡിറ്റീസ് ആയിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ സൂപ്പർ സ്റ്റാർ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. ആഫ്റ്റർ ദ റേറ്റ് കട്ട്, എസ്പെഷ്യലി ആസ് വി ഗോ ഇൻ ടു 2026 എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് വേണമെങ്കിൽ മറ്റുള്ള ഡീറ്റെയിൽസോ RBIയിൽ നിന്ന് വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് അനിൽ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ജോയിൻ ചെയ്യാം എന്നുള്ളതാണ്. ഏതായാലും ഇന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റിനെ സംബന്ധിച്ച് പല രീതിയിലുള്ളൊരു അഭിപ്രായം ഉണ്ടായിരുന്നു, റേറ്റ് കട്ട് കുറയുമോ കുറയില്ല എന്ന്. പക്ഷേ RBI ഗവർണർ 2 തവണ എടുത്തു പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് യുനാനിമസ്ലി ആയിരുന്നു ഈ ഒരു തീരുമാനങ്ങൾ എടുത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ ഒരു കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട്, കൂടാതെ മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനായി ഇപ്പോൾ റിസർച്ച് ഡെസ്കിൽ നിന്നും അനില നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഗുഡ് മോർണിംഗ് അനില. ഗുഡ് മോർണിംഗ് വിഷ്ണു. അനില, RBI സംബന്ധിച്ച് ഇപ്പോഴൊരു റേറ്റ് കട്ടിനുള്ളൊരു തീരുമാനം വന്നിട്ടുണ്ട്. ബേസിസ് പോയിന്റ്, അതായത് 0.25 ബേസിസ് പോയിന്റ് കുറച്ചതായിട്ടാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ന്യൂട്രൽ സ്റ്റാൻസ് തുടരും. യുനാനിമസ്ലി ആയിരുന്നു തീരുമാനങ്ങൾ വന്നത്. എന്തായാലും ഈ ഒരു RBIയുടെ യോഗ തീരുമാനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയേണ്ടതുണ്ട്, അത് ഷെയർ ചെയ്യാമോ? വിഷ്ണു, ഏതായാലും നേരത്തെ ഇപ്പോൾ സൂരജ് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ RBI ഗവർണർ വളരെ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഇക്കോണമി ഈസ് എക്സ്പെക്ടിങ് ടു ഗ്രോ അറ്റ് ഹൈ ലെവൽസ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നിലവിലുള്ള സാഹചര്യങ്ങൾ ഏറ്റവും കൂടുതൽ പക്ഷേ ഒരു കൺസേൺ ആയിട്ട് ഈ ഒരു തീരുമാനം വരുന്നതിന് മുമ്പ് അനലിസ്റ്റുകളിൽ നിലനിന്നിരുന്ന ഒരു കൺസേൺ എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപയുടെ കുത്തനെയുള്ളൊരു ഇടിവായിരുന്നു. അത് ഡോളറിന് തുടർച്ചയായിട്ട് ഇടിയുന്നു. ഏഷ്യൻ കറൻസികളിലെ തന്നെ വേഴ്സ്റ്റ് പെർഫോമിംഗ് ഒരു കറൻസി ആയിട്ടായിരുന്നു ഇന്ത്യൻ രൂപ മാറിയിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ രൂപയെ സപ്പോർട്ട് ചെയ്യത്തക്ക വിധത്തിൽ എങ്ങനെയായിരിക്കും RBI തീരുമാനങ്ങൾ എടുക്കുക? അതിനോടൊപ്പം തന്നെ ഇപ്പോൾ RBIയുടെ ഗവർണറുടെ തന്നെ വാക്കുകൾ കടമെടുക്കുകയാണ്, ഒരു ഗോൾഡി ലോക്ക് സിറ്റുവേഷനിലേക്ക് ഇപ്പോൾ ഇന്ത്യൻ ഇക്കോണമി എത്തിയിരുന്നു. കാരണം ഒരു ലോവസ്റ്റ് ലെവലിലേക്ക് പണപ്പെരുപ്പം എത്തിയിരിക്കുകയാണ്. 2 മുതൽ 6% വരെയാണ് RBIയുടെ ഒരു സഹനപരിധിക്കുള്ളിൽ നിൽക്കുന്ന പണപ്പെരുപ്പ നിരക്കെങ്കിൽ ആ 2%-നും താഴേക്കായിരുന്നു കഴിഞ്ഞ തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പണപ്പെരുപ്പ കണക്കുകൾ. GDPയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും തേർഡ് ക്വാർട്ടർ ബേസ് ചെയ്തിട്ടായിരുന്നു ഒരു GDPയിൽ ഒരു 7 to 8% ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്തെങ്കിൽ സെക്കൻഡ് ക്വാർട്ടറിൽ തന്നെ 8% ഗ്രോത്ത് അച്ചീവ് ചെയ്യാനായിട്ട് ഇന്ത്യൻ ഇക്കോണമിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും GST പരിഷ്കാരങ്ങളും ഒപ്പം ഉത്സവ സീസണിലുണ്ടായ ഡിമാൻഡുമാണ് ഈ ഒരു കുതിപ്പിന് കാരണമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റ് മാക്രോ എക്കണോമിക് കണ്ടീഷൻസും ഒക്കെ ഇന്ത്യയുടെ വളർച്ചയുടെ ആക്കം കൂട്ടിയിരിക്കുന്നു എന്ന് കൂടി അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാരണങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഒരു ലിക്വിഡിറ്റിയെ ബൂസ്റ്റ് ചെയ്യാൻ, വീണ്ടും ഗ്രോത്തിനെ സ്പെർ ചെയ്യാനുമായിട്ട് 25 ബേസിസ് പോയിന്റ്സിൻ്റെ ഒരു റേറ്റ് കട്ട് ഇപ്പോൾ RBI ഗവർണറുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ RBIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ യുനാനിമസ് ആയിട്ടൊരു തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റ് റേറ്റുകൾ കൂടി പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ SPF റേറ്റ് 5%-ആയിട്ടും MSF റേറ്റ് 5.5%-ആയിട്ടാണ് കുറച്ചിരിക്കുന്നത്. ഇനി ഇതിനോടൊപ്പം എടുത്തു പറയേണ്ടത് മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ അനലിസ്റ്റുകളുടെ ഒരു ഫോക്കസിലേക്ക് എത്തിയതെന്ന് പറയുന്നത് ഈ ഒരു ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാനായിട്ട് RBIയുടെ ഭാഗത്തു നിന്ന് എന്ത് തരത്തിലുള്ള മെഷർമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് തന്നെയായിരുന്നു. അതിലെടുത്തു പറയേണ്ടത് ആ ഒരു ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വഴി ബോണ്ടുകൾ വാങ്ങാൻ RBI തയ്യാറാകുമോ? നമുക്കറിയാം ഈ ഒരു ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വഴി ബോണ്ടുകൾ വാങ്ങുമ്പോഴേക്കും കൂടുതലായിട്ട് പണം ഇക്കോണമിയിലേക്ക് എത്താനായിട്ട് ഇത് കാരണം കാരണമാവുകയും ഇത് വീണ്ടും ബാങ്കുകൾക്ക് ആവശ്യമായിട്ടുള്ള ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാനും കാരണമാകും. 1 ലക്ഷം കോടി ബോണ്ടുകൾ 1 ലക്ഷം കോടി രൂപയുടെ ബോണ്ടുകൾ വാങ്ങുമെന്നാണ് ഇപ്പോൾ RBI ഗവർണർ അറിയിച്ചിരിക്കുന്നത്. ഇനി എസ്റ്റിമേഷൻസ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു 2027 സാമ്പത്തിക വർഷത്തിന്റെ ഫസ്റ്റ് ഹാഫ് ആകുമ്പോഴേക്കും 2% താഴെയായിരിക്കും ഒരു പക്ഷേ ഇന്ത്യയുടെ പണപ്പെരുപ്പം എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. 2020 നടപ്പ് സാമ്പത്തിക വർഷത്തിലെ നിലവിലത്തെ ഒരു റിയൽ GDP അനുമാനം സൂചിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 7.3% ഉയർത്താനും അദ്ദേഹം തയ്യാറായിട്ടുണ്ട്.
മാത്രമല്ല ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഗ്രോസ് എഫ് ഡി പലപ്പോഴും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിക്ഷേപകരുടെയൊക്കെ ഒരു അല്ലെങ്കിൽ പൊതുവെ അനലിസ്റ്റുകളുടെയൊക്കെ ഒരു കൺസേൺ ആയിട്ട് നിന്ന് തുടർച്ചയായിട്ടുള്ള FIIസിൻ്റെ ഔട്ട്ഫ്ലോസ് ആയിരുന്നു. എന്നാൽ FIIസിനേക്കാൾ ഉപരി FDI അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യയിലേക്ക് എത്തുന്നു കുറച്ചും കൂടി സ്റ്റേബിളായിട്ടും ഇന്ത്യയുടെ ഗ്രോത്തിനെ കുറച്ചും കൂടി ആക്സിലറേറ്റ് ചെയ്യാനായിട്ടും ഈ ഒരു FDI നിക്ഷേപങ്ങൾക്ക് കഴിയുമെന്നുള്ള സംശയമൊന്നുമില്ല. അത് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹത്തിൻ്റെ ഒരു എസ്റ്റിമേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു തീരുമാനം ഒരു പക്ഷേ പല അനലിസ്റ്റുകൾക്കും ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്റ്റാൻസ് ന്യൂട്രലായിട്ട് തന്നെയാണ് തുടർന്നിരിക്കുന്നത്. പക്ഷേ റേറ്റ് കട്ട് കുറയ്ക്കാൻ അല്ലെങ്കിൽ റേറ്റ് കുറയ്ക്കാനും RBI തയ്യാറായിട്ടുണ്ട്. ഇനി നിലവിലത്തെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഈ RBIയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റിനെ ഇപ്പോൾ വിപണി സ്വീകരിച്ചിരിക്കുന്നത്. 26,104.45 എന്ന നിലയിലാണ് ഇന്നിപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു തീരുമാനം വന്നതിന് പിന്നാലെ തന്നെ ആ ഒരു 15 മിനിറ്റ്സിലത്തെ ഒരു ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ മാത്രം 54 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. വീണ്ടും ഹൈ ലെവൽസിലേക്ക് തന്നെയാണ് നിഫ്റ്റി 50 കുതിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ 59,640 അതായത് ഏകദേശം 300-ലധികം പോയിന്റ്സിൻ്റെ ഒരു മുന്നേറ്റം ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നു. നിഫ്റ്റിയുടെ ഫിനാൻഷ്യൽ സർവീസ് സൂചികയിലേക്ക് പരിശോധിക്കുമ്പോഴും 200 പോയിന്റ്സിനടുത്ത് കൃത്യമായി പറയുമ്പോൾ 185 പോയിന്റ്സിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിയുടെ ഫൈനാൻഷ്യൽ സർവീസ് സൂചികയിലും ഉണ്ടായിരിക്കുന്നത്. ഒപ്പം PSU ബാങ്ക് സൂചികയിൽ ഉണ്ടായ മുന്നേറ്റവും എടുത്തു പറയേണ്ടതാണ്. PSU ബാങ്കിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ 2 ദിവസം വളരെ ശക്തമായിട്ട് സെൽ ഓഫ് നേരിട്ടൊരു സെക്ടർ കൂടിയായിരുന്നു. ഇപ്പോൾ ഈ ഒരു തീരുമാനം വന്നതിന് പിന്നാലെ പ്രത്യേകിച്ചും ഈ ഒരു റേറ്റ് കട്ട് വരിക എന്ന് പറയുന്നത് ബാങ്കുകളെ സംബന്ധിച്ചിട്ട് നേരിയ തോതിലൊരു സമ്മർദ്ദം രേഖപ്പെടുത്തുന്നു. കാരണം അവർക്ക് ലഭിക്കുന്ന ക്യാഷയിലടക്കം കൂടുതലായിട്ട് ഫണ്ട്സ് കൊണ്ടുവരുന്നതിലൊക്കെ ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. പക്ഷേ അതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ബോണ്ടുകൾ വാങ്ങാനും അതുവഴി ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാനുമായിട്ട് RBI തയ്യാറായിരിക്കുന്നത്. ഇത് PSU ബാങ്ക് ഓഹരികളിലും കൃത്യമായിട്ടൊരു മുന്നേറ്റം കൊണ്ടുവരുന്നതിന് കാരണമായിട്ടുണ്ട്. മറ്റൊരു സെക്ടർ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ റിയൽറ്റി സൂചികയാണ്. വളരെ മാസീവായിട്ടൊരു ബൈങ് ആണ് ഈ ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം വന്നതിന് ശേഷം നിഫ്റ്റിയുടെ റിയൽറ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ 10 മണി മുതൽ 10:15 വരെയുള്ള ആ ഒരു മൂവ്മെൻറ്റ് മാത്രം പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടൊരു അപ്സൈഡ് മൂവ്മെൻ്റ് ആണ് നിഫ്റ്റിയുടെ റിയൽറ്റി സൂചികയിൽ ഉണ്ടായിരിക്കുന്നത്. 1% മുകളിലുള്ള ഒരു നേട്ടമാണ് നിഫ്റ്റിയുടെ റിയൽറ്റി സൂചികയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇനി മറ്റ് റിലേറ്റഡ് പിന്നീട് വരുന്ന ഒരു ഓട്ടോ സ്റ്റോക്സിലേക്ക് കൂടി വരികയാണെങ്കിൽ ഓട്ടോ സ്റ്റോക്സിലും ഇന്നിപ്പോൾ ഒരു പോസിറ്റീവ് ടോൺ തന്നെയാണ്. ഏകദേശം ഒരു 100 പോയിന്റ്സിൻ്റെ ഒരു മൂവ്മെൻറ്റ് നിഫ്റ്റിയുടെ ഓട്ടോ സൂചികയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റോക്കുകളിലും അതിനോടൊപ്പം തന്നെ സെക്ടേഴ്സിലും ഒക്കെ വളരെ ശക്തമായിട്ടുള്ള പോസിറ്റീവായിട്ടൊരു മൂവ്മെൻറ്റ് തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചിരിക്കുന്നത്. വിഷ്ണു, താങ്ക് യു അനില. സാർ, എന്തായാലും വിപണി പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്ത് തുടങ്ങി. ഇപ്പോൾ ഈ ഒരു പലിശ നിരക്ക് കുറയ്ക്കൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ആകാൻ സാധ്യതയുള്ള സെക്ടറുകളൊക്കെ തന്നെ ആ വലിയ രീതിയിൽ ആ ഒരു പ്രഖ്യാപനത്തിന് ശേഷം മൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫൈനാൻഷ്യൽ സർവീസസ് ഒക്കെ തന്നെ വലിയ രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇന്നത്തെ ഒരു റിയൽറ്റിയുടെ പ്രകടനം അവസാനം ഒരു 15 മിനിറ്റ് ക്യാൻഡിലൊക്കെ നോക്കുമ്പോൾ അല്ലോ പറഞ്ഞ പോലെ തന്നെ വലിയ മുന്നേറ്റമാണ് രേഖപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി മാർക്കറ്റ് ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ എപ്പിസോഡിൽ തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. ഈ റേറ്റ് കട്ട് GST പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ റിയൽറ്റി മേഖലയ്ക്കൊക്കെ വലിയൊരു മുന്നേറ്റത്തിനുള്ളൊരു സാധ്യത ഉണ്ടാക്കുമെന്നൊക്കെ തന്നെ. ഏതായാലും മാർക്കറ്റ് ഏതായാലും പോസിറ്റീവായിട്ട് തന്നെയാണ് ഇപ്പോൾ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്. താങ്കളുടെ മറ്റ് അഭിപ്രായങ്ങൾ കൂടി ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാമോ? വിഷ്ണു, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ RBI ഗവർണർ സാന്റാക്ലോസ് ആയിരിക്കുന്നു ആൻഡ് ഹി ഹാസ് ബ്രോട്ട് ഇൻ എ ന്യൂ ഇയർ ക്രിസ്മസ് ഗിഫ്റ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഞാൻ നേരെ പറഞ്ഞ പോലെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ 2026 പോകുമ്പോൾ നമ്മളൊരു ട്രേഡിംഗ് സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ നമ്മൾ ഓയിലിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ റിസ്ക് അവിടെ ഇല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഡോളർ ഇൻഡെക്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതായത് 90 ബ്രേക്ക് ചെയ്ത് 3 പ്രാവശ്യം ഡോളർ ഇൻഡെക്സ് മുകളിലോട്ട് പോകാൻ പറ്റിയില്ല. അതായത് 3 പ്രാവശ്യവും അത് ഫെയിൽ ചെയ്തത് കാരണം എനിക്ക് തോന്നുന്നു ലോവർ എൻഡിൽ 85-86ഉം ഹയർ എൻഡിൽ 88-89ലും അവിടെ നിൽക്കണം എന്നുള്ളതാണ്. അതുമാത്രമല്ല ചിലപ്പോൾ ഒരു ഡോളർ ഇൻഡെക്സിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കറക്ഷൻ 5% to 8% കറക്ഷൻ സംഭവിച്ചേക്കാം എന്നുള്ള ഇങ്ങനത്തെയൊക്കെ ചെരുവുകൾ ഒത്തുവരികയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിന് വളരെ ഫേവറബിൾ ആയിട്ട് വരും. പ്രൊവൈഡഡ് ഇന്ത്യൻ ഗവൺമെൻറ് ഈസ് ഏബിൾ ടു സ്ട്രൈക്ക് ബ്യൂട്ടിഫുൾ ട്രേഡ് ഡീൽസ് ഇൻ ദ കമ്മിങ് ഡേയ്സ് ആൻഡ് RBI ഈസ് ഏബിൾ ടു പ്രൊവൈഡ് സഫീഷ്യൻറ്റ് ലിക്വിഡിറ്റി ഇൻ ദ സിസ്റ്റം എന്നുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു കാര്യം മാത്രം എനിക്ക് പറയാനുള്ളൂ. അതായത് നിങ്ങൾ
നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾ നല്ല രീതിയിൽ ഓർത്ത് ആലോചിച്ച് ചെയ്യുക. ഈ കൺസെപ്റ്റിൻ്റെയും സ്റ്റോറിയുടെയും പുറകിൽ പോകാതിരിക്കുക. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നിന്നും ഇലക്ട്രോണിക് മാനുഫാക്ചറിൽ നിന്നും ഇലക്ട്രിക്കൽ വെഹിക്കിൾസിൽ നിന്നും സോളാർ പവർ എന്നുള്ള രീതിയിലുമൊക്കെ കൊള്ളാം. ഇതെല്ലാം നല്ലതാണ്, മാർക്കറ്റിന് ആവശ്യമുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു പോകണം എന്നുള്ളതാണ്. ഇന്നുണ്ടല്ലോ നമ്മളെ സംബന്ധിച്ച് ഞാൻ ഉൾപ്പെടുന്ന ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റിക്ക് വിഷ്ണു ഇന്ന് ഏറ്റവും വലിയ പാഠമാണ് ഈ കെയ്ൻസ് ടെക്നോളജിയിൽ സംഭവിച്ചിരിക്കുന്നത്. നമുക്കറിയാലോ, ഏതാണ്ട് ഡിസംബർ 2022 727 രൂപ ഉണ്ടായിരുന്ന സ്റ്റോക്ക് 2025 ആയപ്പോഴത്തേക്കും 7300 രൂപയായി. അതായത് എത്രയാണ്? 3 കൊല്ലം കൊണ്ട് 10 ടൈംസ് കയറിയതാണ് കെയ്ൻസ് ടെക്നോളജി. ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗിൽ നെക്സ്റ്റ് ഡിക്സൺ എന്നുള്ള രീതിയിലാണ് കെയ്ൻസ് ടെക്നോളജി പറഞ്ഞിരിക്കുന്നത് എന്നുള്ള അടുത്ത കാലത്ത് വന്ന ഒരു കോട്ടക്കിൻ്റെ റിപ്പോർട്ട് ഒരുപാട് കാര്യങ്ങൾ ഫ്ലാഗ് ചെയ്തിരിക്കുന്നു. അതായത് ഇൻസൈഡർ ട്രേഡിങ്ങിൻ്റെ ഒരു വയലേഷൻ അതിനകത്ത് പറഞ്ഞു. 2 എന്ന് പറയുന്നത് ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രാക്ടീസസും പറഞ്ഞു എന്നുള്ള. സ്റ്റോക്ക് ആണെങ്കിലോ 7800 വരെയൊക്കെ പോയിട്ട് ഇപ്പോൾ ഏതാണ്ട് 4900 ലെവൽ റേഞ്ചിലാണ്. 4700 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം ഇതിനകത്ത് നമ്മൾ എപ്പോഴും നോക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൺസെപ്റ്റ് അല്ല ഡ്രൈവ് ചെയ്യുന്നത്. കോട്ടക്കിൻ്റെ റിപ്പോർട്ടിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? അടിസ്ഥാനമുണ്ട്. ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നു. നമ്മളെ കൊണ്ട് എന്തുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ, ഒരു മീഡിയ എന്ന രീതിയിൽ നമുക്കിതിൽ റെക്കമെൻഡ് ചെയ്യാനോ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ പറയാൻ പറ്റില്ല. ഒരു കമ്പനി നമുക്ക് അവതരിപ്പിക്കാം, നോ യുവർ കമ്പനി എന്നുള്ള രീതിയിൽ സ്പോട്ട് ലൈറ്റിൽ നമുക്ക് സ്റ്റോക്ക് അവതരിപ്പിക്കാം എന്നല്ലാതെ അതിൻ്റെ ഫോർവേഡ് ലുക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പറയാൻ പാടില്ല എന്നുള്ള. ഈ കെയ്ൻസ് ടെക്നോളജിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 അവർക്ക് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർക്ക് അഗ്രസീവ് ക്യാപെക്സ് വന്നു. അതുമല്ല, ക്യാഷ് കൺവേർഷൻ സൈക്കിൾ ഇൻക്രീസ് ചെയ്തത് കാരണം അവർക്ക് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ആണ് വന്നിരുന്നതെന്നുള്ള. അതുമാത്രമല്ല, അവർക്ക് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, അവർ 180 കോടിയുടെ ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഒരു ഷാർപ്പ് അഡീഷൻ അവൻ്റെ സിസ്റ്റത്തിലേക്ക് വന്നു. ഈ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത് അവർ ക്ലാസിഫൈ ചെയ്തതെന്നറിയും, ടെക്നിക്കൽ നോ ഹൗ എന്ന് പറഞ്ഞാൽ. ടെക്നിക്കൽ നോ ഹൗ കാരണം ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നുള്ള രീതിയിൽ 180 ക്രോസ് അതിനകത്തേക്ക് കാണിച്ചു എന്നുള്ള. എന്നാൽ അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസോ ഡിസ്ക്ലോഷറോ അവർ കൊടുത്തിരുന്നില്ല. 180 കോടി എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല വിഷ്ണു. അതുമാത്രമല്ല, ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് തന്നെയാണോ ഇത്? ഇതാണ് ഞാൻ പറഞ്ഞ ഇതിലിപ്പോൾ അംബീഷ്യസ് ആയിട്ടുള്ള അക്യൂസിഷൻ ടാർഗറ്റ് കെയ്ൻസ് ചെയ്ത വേറൊരു കാര്യമുണ്ട്. അതായത് സിഗ്നിഫിക്കൻറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ ഗുഡ് വിൽസ്. അത് ശരിക്കും പറഞ്ഞാൽ പർച്ചേസ് പ്രൈസ്, ഈ അക്യൂസിഷൻ ഒക്കെ ചെയ്യുന്ന പർച്ചേസ് പ്രൈസായിട്ട് ഒട്ടും തന്നെ മാച്ച് ചെയ്യണില്ല എന്നുള്ള. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വേറൊരു കാര്യം പറയാം. ഇതൊന്നും അറിയണമെന്നില്ല, ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗോ എന്തോ ആയിക്കോട്ടെ വിഷ്ണു. ഈ കമ്പനി ട്രേഡ് ചെയ്തിരുന്നത് ട്രെയിലിംഗ് പി എത്രയായിരുന്നറിയോ? 200 മുകളിൽ. ഇത്രയും നെഗറ്റീവ് ഉണ്ടായിട്ടും മാർക്കറ്റിൽ 200 പി കൊടുത്തിരുന്നു എന്നുള്ള. ഇപ്പോൾ ആ കറക്ഷന് ശേഷം ട്രെയിലിംഗ് പി ഏതാണ്ട് 88 ആയി എന്നുള്ള. ഇതിനകത്ത് ഞാനൊരു കാര്യം പറയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കൺസെപ്റ്റും സ്റ്റോറിയും അല്ല, ഈവൻ ഡെപ്റ്റ് പോലും അല്ല നമ്മൾ നോക്കേണ്ടത്. കമ്പനിക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടോ എന്നുള്ളതാണ്. കമ്പനി ക്യാഷ് ഫ്ലോ ഉണ്ടോ? ഒന്നാമത്തെ കാര്യം. ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്ത്, അതായത് എപ്പോൾ നോക്കിയാലും റൈറ്റ്സും പ്രിഫറൻസ് ഷെയറും ഒക്കെ ഇട്ടിട്ട് പൈസ റേസ് ചെയ്യാതെ ഇക്വിറ്റി ഇൻടാക്റ്റ് ആയിരിക്കണം. ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഹാർട്ടാണ്, ഗോൾഡ് മൈനാണ്. അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ പാടില്ല. ഇക്വിറ്റി അങ്ങനെ തന്നെ നിൽക്കണം. ആ ഇക്വിറ്റിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് ആ എക്സ്പെൻസ് തീർത്ത്, ആ എക്സ്പെൻസ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള കാശും ചിലവാക്കി ബാക്കി ഫ്രീ ക്യാഷ് ഫ്ലോ ചെയ്യുന്ന ഒരു ക്ലാസിക് മെഷീൻ ആയിരിക്കണം ഒരു ക്ലാസിക് ബിസിനസ്. അതിന് ഡെറ്റ് ഉള്ളത് യാതൊരു പ്രശ്നമില്ല, ഡെപ്റ്റ് മാനേജബിൾ ആണ്. ഈ ക്യാഷ് ഫ്ലോ കൊണ്ട് നമുക്ക് ഡെപ്റ്റ് മാനേജ് ചെയ്യാന്നുണ്ടെങ്കിൽ ഡെപ്റ്റിനെ അല്ല പേടിക്കേണ്ടത്. നമുക്കിവിടെ പറ്റുന്ന ഏക കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ പറയുന്ന പല പുതിയ ന്യൂ ഏജ് സൺറൈസ് സെക്ടേഴ്സിനും ക്യാഷ് ഫ്ലോ ഇല്ല, ക്യാഷ് ഫ്ലോ ചെയ്യാൻ പറ്റുന്നില്ല, ലോസ് ആണ്. ഓരോ കമ്പനികൾ ഒരു ക്വാർട്ടറിൽ കൊണ്ടുവരുന്നത് 20 കോടി പ്രോഫിറ്റ്, 60 കോടി പ്രോഫിറ്റ്. ആ ഒരു ക്വാർട്ടറിൽ 20-60 കോടി ചെയ്യുന്ന കമ്പനികൾ ട്രേഡ് ചെയ്യുന്നത് 200 പി, 500 പി, 1000 പി, 2000 പി ഈസ് അബ്നോർമൽ. ഇതിനകത്ത് വീണ്ടും അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് നെഗറ്റീവ് ക്യാഷ് ഫ്ലോ ആണ്. കമ്പനിക്ക് ആവശ്യത്തിന് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കിട്ടുന്നില്ല എന്ന് പറയുന്നത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. മാർക്കറ്റിൽ ബുൾ മാർക്കറ്റ് വരുമ്പോഴേ നമ്മൾ ഇതൊന്നും അറിയില്ല. കാര്യം വലിയൊരു സെയിങ് ഉണ്ട് മാർക്കറ്റിൽ, അതറിയോ? Only when the tide goes off, you would come to know who were all swimming naked. അതായത് തിര വരുമ്പോൾ നമ്മളെല്ലാം പൊങ്ങും. എല്ലാ ആൾക്കാരും പൊങ്ങി തന്നെ കിടക്കുമ്പോൾ നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കില്ല. ആ തിര ഇറങ്ങിപ്പോകുമ്പോഴാണ് ആരുടെയൊക്കെയാണ് അടിവസ്ത്രം ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നത് പോലെ. അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ 2024 സെപ്റ്റംബർ ഒക്ടോബർ വരെ ഇന്ത്യൻ മാർക്കറ്റിൽ there was a wave of liquidity, there was a gush of liquidity which lifted all boats.
ആ തിര ഉയരുമ്പോൾ എല്ലാ ബോട്ടുകളും ലിഫ്റ്റ് ആവുന്ന പോലെ എല്ലാം കയറി നിന്നു. എല്ലാ നെഗറ്റീവ്സിനെ മാറ്റിവെച്ച് പോസിറ്റീവ് മാത്രം കണ്ടു. മാർക്കറ്റ് വലിയ വലിയ മൾട്ടിപ്പിൾസ് ഈ ബിസിനസ്സുകൾക്ക് കൊടുത്തു. ലിക്വിഡിറ്റി പുറത്തോട്ട് പോയപ്പോൾ ലിക്വിഡിറ്റി ഹാസ് ബിക്കം സ്കേഴ്സ് ആൻഡ് ദ ലെസർ ലിക്വിഡിറ്റി, ദ സ്മോളർ ലിക്വിഡിറ്റി ഈസ് ചേസിങ് ഫോർ ക്വാളിറ്റി നെയിംസ്. അവിടെ വെച്ചിട്ടാണ് കാര്യങ്ങൾ തിരിയുന്നത് എന്നുള്ള. ഞാൻ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് കോട്ടക്ക് ഇത്രയും താമസിച്ചതെന്നുള്ള. സത്യം പറഞ്ഞാൽ കോട്ടക്കിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. കോട്ടക്കിന് ഇത് ഡിസംബർ വരെ കാത്തു നിൽക്കണമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നേരത്തെ കെയ്ൻസ് ടെക്നോളജിയിൽ ഇൻഡിക്കേഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ള. കെയ്ൻസ് ഞാൻ പറയുമ്പോൾ തന്നെ നമുക്ക് രണ്ടുപേർക്കും അതിൻ്റെ ഹോൾഡിംഗ് ഇല്ലെന്നറിയാം, നമ്മുടെ ഇമീഡിയറ്റ് റിലേറ്റീവ്സിനും ഇല്ല എന്നറിയാം. ഇതൊരു റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ ആയിട്ടോ കരുതാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ നിരീക്ഷണത്തിലും ശിക്ഷണത്തിലും മാത്രം ചെയ്യാം. നമുക്കിപ്പോൾ ഒരു കാര്യം മറുപടി പറയാം, സാന്റാ ക്ലോസ് ഈസ് ഹിയർ ഇൻ ദ ഫോം ഓഫ് RBI ഗവർണർ ആൻഡ് ഹി ഹാസ് പ്രൊവൈഡഡ് us a beautiful Christmas and New Year gift and all eyes on the government. എങ്ങനെയാണ് റഷ്യൻ ട്രേഡ് ഡീൽ നടത്തുന്നത്, എങ്ങനെയാണ് US ട്രേഡ് ഡീൽ നടത്തുന്നത്, ഇത് രണ്ടും നടക്കുകയാണ്. ഇന്ത്യയുടെ ലിക്വിഡിറ്റി മാനേജ്മെന്റും RBI കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ then we have a great 2026 in front of us. Thank you, Vishnu. എന്തായാലും സാറ് പറഞ്ഞ പോലെ ന്യൂസുകളുടെ പിറകെ പോകാതിരിക്കുക. എപ്പോഴും നമ്മൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും RBI പോളിസിയൊക്കെ ഇന്ത്യൻ മാർക്കറ്റിനൊക്കെ തന്നെ അല്ലെങ്കിൽ നിക്ഷേപകർക്കൊക്കെ തന്നെ ഒരു ഹാപ്പി ന്യൂ ഇയർ പോലെ ഒരു നല്ലൊരു ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്ന സമയമായിരിക്കണം. അടുത്ത മണിക്കൂറുകളിൽ നമ്മുടെ റിസർച്ച് ടീം നിങ്ങളോട് ഒപ്പം കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഏതായാലും സ്റ്റേ ട്യൂൺഡ്. നന്ദി, നമസ്കാരം. Opening Hours with MyFin.